നമസ്കാരം. ക്ലോസ് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ഉന്നത വിദ്യാഭ്യാസ ന്യൂനപക്ഷ മന്ത്രി ഡോക്ടർ കെ ടി ജലീലാണ് ക്ലോസ് എൻകൗണ്ടറിൽ. വളരെ നന്ദി സർ. താങ്ക് യു. ഈ സ്വർണ്ണക്കള്ളക്കടത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ആ നിലയിൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന, എന്ത് വൃത്തികെട്ട മാർഗമായാലും അത് ചെയ്യുന്ന, അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണോ ഡോക്ടർ കെ ടി ജലീൽ? ഞാനല്ല എന്നെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടത്. മുളയിലെ അറിയ മുളക്കരുത്ത് എന്നാണല്ലോ പറയാറ്. സ്കൂൾ തൊട്ട് ഇന്ന് വരെ ഞാനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരാൾ പണത്തിനു വേണ്ടി സമ്പത്ത് മോഹിച്ച് ഇങ്ങനെ ഒരു ദുർവൃത്തി ഞാൻ ചെയ്യുമെന്ന് വിശ്വസിക്കുമെന്ന് എനിക്ക് കരുതാനാവില്ല. ജീവിതത്തിൽ ഒരിക്കലും അന്യായമായ ഒന്ന് അപഹരിക്കുകയോ കവർന്നെടുക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ആരെയെങ്കിലും പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാണ് ഇത്യാദി മാർഗങ്ങൾ ഞാൻ അവലംബിക്കുന്നത്? ചില സംശയങ്ങൾ താങ്കളുടെ പ്രവൃത്തിയിൽ നിന്ന് തോന്നുന്നത് ഒരു നിരീക്ഷണത്തിൽ സ്വാഭാവികമെന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് തോന്നും. ഉദാഹരണത്തിന്, താങ്കൾ മാധ്യമങ്ങളെ വെട്ടിക്കാൻ, ഞാൻ അതിൻ്റെ കേസിൻ്റെ മെറിറ്റിലേക്ക് വരുന്നേ ഉള്ളൂ, മാധ്യമങ്ങളെ വെട്ടിക്കാൻ ശ്രമിക്കുന്നു. അത് ഇന്നത്തെ കാലത്ത് സാധ്യമാണോ? അപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് ചോദ്യം ചെയ്ത് കഴിഞ്ഞ ശേഷം താങ്കളെ ഒരു മാധ്യമ പ്രവർത്തകൻ ബന്ധപ്പെട്ടപ്പോൾ താങ്കൾ കള്ളം പറഞ്ഞു. NIA ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ 10 മണിക്ക് എത്തേണ്ട താങ്കൾ 5:55 അവിടെ എത്തി. ഇതൊക്കെ ആളുകൾക്ക് താങ്കൾ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിക്കാൻ ശ്രമിക്കുന്നു എന്ന് തോന്നലുണ്ടാക്കില്ലേ? എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആയാലും NIA ആയാലും ഇന്ത്യയിലെ വളരെ പ്രാഗൽഭ്യമുള്ള, നിലവിലെ വിശ്വസ്തം എന്ന് കരുതുന്ന അന്വേഷണ ഏജൻസികളാണ്. ആ അന്വേഷണ ഏജൻസികൾ നമ്മളെ വിളിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരത് പുറത്ത് പറയുന്നില്ലെങ്കിൽ ഞാനത് പുറത്ത് പറയുന്നത് ശരിയല്ല. ആ സ്ഥാപനങ്ങളുടെ സാങ്ക്ടിറ്റിക്ക് അത് ഗുണകരമാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ED എന്നെ വിവരശേഖരണത്തിന് വേണ്ടി വിളിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം ഞാൻ ഒരാളോടും നിഷേധിച്ചിട്ടില്ല, നിഷേധിക്കേണ്ട കാര്യവുമില്ല. പക്ഷെ അതിനു മുൻപ് എന്നെ സംബന്ധിച്ചിടത്തോളം ED അത് വെളിവാക്കാത്തിടത്തോളം കാലം ഞാനായിട്ട് വെളിവാക്കുക എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്രവർത്തിച്ചത്. ഇത് രണ്ടും രണ്ടാണ്. അതായത് ED അത് പറയാത്തിടത്തോളം കാലം ഞാൻ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് ശരി. പക്ഷേ താങ്കൾ ഒന്ന് കള്ളം പറയുന്നു, 2 മാധ്യമങ്ങളെ വെട്ടിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 4 മണിക്കൂറും 5 മിനിറ്റും മുമ്പ് നേരത്തെ NIA ഓഫീസിൽ എത്തുകയാണ്. നോ, NIA ഓഫീസിൽ 6 മണിക്കെത്തി 6:15 തന്നെ വിവരശേഖരണം തുടങ്ങിയിരുന്നു. വെറുതെ പറയാണ്, ഉദ്യോഗസ്ഥന്മാർ 9 മണിക്കാണ്. പക്ഷേ താങ്കൾക്കുള്ള നോട്ടീസിൽ 10 മണിയാണ്. 10 മണിയാണ്. പക്ഷേ അവർ പറഞ്ഞിരുന്നു നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് ടൈം നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് 6 മണിക്ക് പോയത്. താങ്കൾക്ക് കൺവീനിയന്റായ ടൈം നേരം പുലരുന്നതിന് മുമ്പാകുന്നത് മാധ്യമങ്ങളെ വെട്ടിക്കാൻ വേണ്ടിയാണ്, ജനം അറിയുന്നതിന് മുമ്പേ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടേം തന്നെ രൂപപ്പെട്ടത്. എന്താണ്, തലയിൽ മുണ്ടിട്ട് കെ ടി ജലീൽ പോകുന്നു എന്നുള്ളത്. അങ്ങനെയല്ല, നമ്മളിലും ഒരു കുസൃതിക്കാരൻ ഉണ്ടാവുമല്ലോ. ED ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ട് പത്രക്കാർക്ക് അത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇത് ഉറപ്പാണ്, വിളിക്കുമെന്ന് പലരും നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നിട്ടും മാധ്യമങ്ങളുടെ ജാഗ്രത എത്രയുണ്ട് എന്നൊന്ന് പരീക്ഷിക്കാം, അതാണ് ഞാൻ കരുതിയത്. അതൊരു കുസൃതിയോ തമാശയോ എന്നതിനപ്പുറത്തേക്ക് കെ ടി ജലീലിന്റെ പരാജയമായി അത് മാറിയില്ലേ? ഒരു ഘട്ടത്തിൽ കെ ടി ജലീൽ പറയുന്നത്, ഞങ്ങൾ അറിയാതെ ഒരു ഈച്ച പാറില്ല എന്ന് അഹങ്കരിച്ചവരുടെ തലക്കേറ്റ പ്രഹരത്തിന്റെ ആഘാതം അവർക്ക് ജീവനുള്ളിടത്തോളം മറക്കാനാകില്ല എന്നുള്ളതാണ്. EDയിലെ ചോദ്യം ചെയ്യൽ മാധ്യമങ്ങൾ കയ്യോടെ പിടിക്കാത്തപ്പോഴുള്ള താങ്കളുടെ പ്രതികരണം. എന്നാൽ പിന്നീട് NIAയിൽ മാധ്യമങ്ങൾ അത് പൊളിച്ചു തന്നു. അപ്പൊ താങ്കളുടെ തലക്കും ഒരു പ്രഹരമേറ്റു. ഒറ്റാള് മാത്രമാണ്
അത് വളരെ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് ആ ആളെ ഒരു ഞങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് എടുക്കുന്നത്. അങ്ങനല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ എല്ലാ മാധ്യമങ്ങളിലും അതിന്റെ ദൃശ്യങ്ങൾ വരുമായിരുന്നു. ഇല്ല, ഒറ്റ മാധ്യമത്തിലേ വന്നുള്ളൂ. അവര് അത് ചെയ്തു. എനിക്കതിൽ യാതൊരു പരാതിയുമില്ല. എനിക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. അവിടെ പറ്റില്ല. എങ്ങനെ പറ്റും? ഒരു മാധ്യമ പ്രവർത്തകൻ അവരെ അങ്ങോട്ട് കടത്തണ്ട എന്ന് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. അവിടെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. ഞാനതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തണം മാധ്യമപ്രവർത്തകർ. അവിടെയാണ് മാധ്യമപ്രവർത്തകരുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കാലാവസ്ഥ വല്ലാതെ മാറുന്നു എന്ന് പറയുന്നത് പോലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറ്റിയത് താങ്കളുടെ ഈ പറയുന്ന ദുർനടപടികളാ, സോക്കോൾ ദുർനടപടികൾ. ഒരിക്കലും അല്ല. എനിക്കതിനെ സംബന്ധിച്ച് ഒരു ഭയാശങ്കയുമില്ല. എത്രമാത്രം അന്വേഷണങ്ങൾ നടക്കുന്നുവോ അത്രമാത്രം എനിക്ക് ഇഷ്ടമാണ്. ഞാനതിനെ സ്വാഗതം ചെയ്യും. കാരണം ഞാൻ അതിനകത്ത് കുറച്ച് ക്ലാരിറ്റിക്ക് ശേഷം ഞാൻ അതിന്റെ മെറിറ്റിലേക്ക് വരാം. എൻഫോഴ്സ്മെന്റ് താങ്കൾ 2 ദിവസം ചോദ്യം ചെയ്തു അല്ലേ? 10-ന് വ്യാഴാഴ്ച രാത്രി 7:30 മുതൽ 11:30 വരെയും 11-ന് രാവിലെ 9:30 മുതൽ 11:30 വരെയും. ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, പിന്നീട് മറിച്ച് പറയരുത്. അല്ല, ഞാൻ പറയുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞത് കഴിഞ്ഞു പോയി. 2 തവണ ദിവസമാണോ 3 ദിവസമാണോ എന്നുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോഴും പറയാൻ തയ്യാറല്ല? ഇഡി പറയട്ടെ. ഇഡിയാണ് ഇത് വ്യക്തമാക്കേണ്ടത്. അതെല്ലാം കോൺഫിഡൻഷ്യലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് എന്ന് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്കും ഇഡിയുടെ ഒരു സാങ്ക്ടിറ്റി കാത്തുസൂക്ഷിക്കേണ്ട ചുമതല. സംസ്ഥാന മന്ത്രിയല്ലേ? സംസ്ഥാന മന്ത്രിയുടെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അത് മാധ്യമങ്ങളിലൂടെയല്ലേ അറിയുക? മാധ്യമങ്ങളിലൂടെ മാത്രമാണ് ജനങ്ങളെ അറിയിക്കാൻ കഴിയുക എന്ന് ഞാൻ കരുതുന്നില്ല. സോഷ്യൽ മീഡിയ വളരെ ശക്തമാണ് ഇപ്പോൾ. ആയിക്കോട്ടെ, താങ്കൾ സോഷ്യൽ മീഡിയയിലൂടെയും ഈ വിവരം പറഞ്ഞിട്ടില്ല. അത് മിസ്സായതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ താങ്കളോട് ചോദിക്കുന്നത്. അത് പറയേണ്ട കാര്യമില്ല. അതവിടെ ഇറലവൻ്റ് ആണ്. എത്ര പ്രാവശ്യം ചോദ്യം ചെയ്തു, എങ്ങനെ ചോദ്യം ചെയ്തു, എന്തൊക്കെയാണ് ചോദിച്ചത്, ഇതൊന്നും മാധ്യമങ്ങളോട് പങ്കുവെക്കേണ്ട കാര്യമേ ഇല്ല. അത് അഹങ്കാരമാണെന്ന് ഞങ്ങൾ പറയും. നെവർ, ഒരിക്കലുമല്ല. അത് നമ്മളെ അന്വേഷിക്കുന്ന അന്വേഷണ ഏജൻസിയുടെ സാങ്ക്ടിറ്റി കാത്തു സൂക്ഷിക്കാൻ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അന്വേഷണ ഏജൻസിയുടെ സാങ്ക്ടിറ്റി ആണോ ഒരു മന്ത്രിയുടെ സാങ്ക്ടിറ്റി ആണോ താങ്കൾ കാത്തു സൂക്ഷിക്കുന്നത്? അന്വേഷണ ഏജൻസി പറയട്ടെ. മന്ത്രി സുതാര്യനായിരിക്കണ്ടേ? എന്റെ മന്ത്രിയല്ലേ താങ്കൾ? മന്ത്രിയുടെ സാങ്ക്ടിറ്റി എത്ര കണ്ടുണ്ട് എന്നുള്ളത് അന്വേഷണ ഏജൻസി പറയട്ടെ. അവര് പറയട്ടെ. അവർക്ക് ഇതിനകം തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത കിട്ടിയിട്ടുണ്ടാകും. അവര് പറയട്ടെ. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്തിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരായോ എന്നൊരു മാധ്യമ പ്രവർത്തകൻ വിളിച്ചു ചോദിക്കുമ്പോൾ ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. ഓൺ റെക്കോർഡാണ്. താങ്കൾ ഒരു ഇന്റർവ്യൂവിൽ അത് പറയുകയും ചെയ്തു. എന്നിട്ട് താങ്കൾ ഇല്ല എന്ന് പറഞ്ഞ താങ്കൾ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നത് സത്യമേ ജയിക്കൂ, സത്യം മാത്രമെന്ന്. ലോകം മുഴുവൻ എതിർത്താലും മറിച്ചൊന്നും സംഭവിക്കില്ല. ഈ പറയുന്നത് കള്ളം, ജയിക്കുന്നത് സത്യം. ഇതെങ്ങനെയാണ് ശരിയാവുക? അങ്ങനെ സംഭവിക്കാറുണ്ടല്ലോ. കാരണം എന്താന്ന് വെച്ചാൽ, ഞാൻ അറിയാത്തൊരു മാധ്യമ പ്രവർത്തകൻ, എനിക്ക് പരിചയമുള്ളൊരു മാധ്യമ പ്രവർത്തകൻ അല്ല എന്നെ വിളിച്ചത്. വ്യക്തിപരമായിട്ട് എനിക്ക് തീർച്ചയായിട്ടും നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കണമെങ്കിൽ അല്ലെങ്കിൽ വെളിപ്പെടുത്തണമെങ്കിൽ ഏതെങ്കിലും ആളുകൾ വിളിച്ചാൽ നമ്മളത് നിഷേധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം നടക്കുന്നു. അവിടെ നടന്നിട്ടുള്ള സംഭവങ്ങൾ അത് പുറത്തു വരുന്നു. മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ പോലും, പാണക്കാട് തങ്ങളാണെങ്കിൽ പോലും ചോദിക്കും, ഇന്ന കാര്യം നടന്നിട്ടുണ്ടോ, അവിടെ ഇന്ന ചർച്ചകൾ നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം എന്താണ് പറയുക? നടന്നിട്ടില്ല എന്നാണ്. അതിനർത്ഥം അവർ കളവ് പറയും എന്നാണോ? അതുപോലെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ പോലെയാണോ ഒരു സ്റ്റേറ്റിന്റെ ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് അറിയേണ്ട വിവരശേഖരണം നടത്തുകയാണ് ചെയ്യുന്നത്. അല്ല, അതിന് നമുക്ക് പലതരത്തിൽ പറയാം. വെക്കണം അനുസരിച്ച് താങ്കളെ ചോദ്യം ചെയ്യാനാണ് വിളിപ്പിച്ചിരിക്കുന്നത് അല്ലെ? സർക്കംസ്റ്റൻഷ്യലായി താങ്കൾ അതിനകത്ത് ഇടപെട്ടിട്ടുണ്ട്. നോട്ടീസ് ടു വിറ്റ്നസ്. നോട്ടീസ് ടു വിറ്റ്നസ് എന്നുള്ള സാധാരണഗതിയിൽ പ്രതികളാകാത്ത എല്ലാവർക്കും കൊടുക്കുക. അങ്ങനെയായിരിക്കും ശിവശങ്കറിനും കൊടുത്തിട്ടുണ്ടാവുക അല്ലെ? താങ്കൾക്കടക്കം. എനിക്കറിയില്ല അതിനെ കുറിച്ചിട്ട്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് പോലെ നമുക്ക് ഒരു അന്വേഷണ ഏജൻസി ഒരു മന്ത്രിയെ ചോദ്യം ചെയ്യും, ഒരു ജനപ്രതിനിധി, മന്ത്രി പോട്ടെ, ഒരു ജനപ്രതിനിധിയെ ചോദ്യം ചെയ്യുന്ന വിഷയത്തെ നിസ്സാരമായി കാണാനാകുമോ? ഞാൻ എന്ന വോട്ടറെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയണ്ടേ എൻ്റെ മന്ത്രി KT ജലീലിനെ എന്തിനാണ് ഈ അന്വേഷണ ഏജൻസികൾ കൊല്ലാനാണോ വളർത്താനാണോ എന്ന് എനിക്കറിയണ്ടേ? ആത്യന്തികമായി അന്വേഷണ ഏജൻസി പറയുന്നത് എന്താണ്, അതാണ്
ജനങ്ങൾ അറിയേണ്ടത്. അതല്ലാതെ ഊഹാപോഹങ്ങളുടെ പിന്നാലെ പോവുകയല്ല ജനങ്ങൾ ചെയ്യേണ്ടത്. മാധ്യമങ്ങൾ ഒരിക്കലും തന്നെ അവിടെ നടന്ന സംഭവങ്ങൾ എന്താണ് എന്നുള്ളത് അറിയില്ല, അവർക്കറിയാൻ കഴിയില്ല, എനിക്കും വെളിപ്പെടുത്താൻ സാധിക്കില്ല. അന്വേഷണങ്ങൾ നടത്തിയ അല്ലെങ്കിൽ വിവരങ്ങൾ ശേഖരിച്ച ഏജൻസിക്കും അത് വെളിപ്പെടുത്താൻ സാധിക്കില്ല. അങ്ങനെ ഉള്ള ആ ഒരു തീരുമാനത്തിലെത്തുന്നതിൻ്റെ ഇടക്കുള്ള കാലയളവ് മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്നത് ഊഹാപോഹങ്ങളാണ്. ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ശത്രുപക്ഷത്തുള്ള മാധ്യമങ്ങളും സൗഹൃദപക്ഷത്തുള്ള മാധ്യമങ്ങളും എന്നുള്ള നിലയിൽ വേർതിരിച്ചിരിക്കുകയാണ് മാധ്യമങ്ങളെ. ഒരിക്കലുമല്ല, ആരോടും പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ പറയുന്നത് പോലെ ആയിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു മാധ്യമത്തോട് ഞാനത് വെളിപ്പെടുത്തുമായിരുന്നില്ലേ? അത് മറച്ചു വെക്കേണ്ടതായിരുന്നു ആ സമയത്തെ എൻ്റെ ശരി എന്ന് കരുതുന്ന ആളാണ് ഇപ്പോഴും ഞാൻ. കാരണം ഇ ഡി വെളിപ്പെടുത്താത്തിടത്തോളം കാലം അത് ഞാനായിട്ട് വെളിപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഏജൻസിയുടെ സ്വകാര്യമായിട്ടുള്ള സ്വഭാവത്തിന് വിഘാതമേൽപ്പിക്കും. ഇവിടെ സംഭവിച്ചിരിക്കുന്ന എൻഫോഴ്സ്മെന്റ് തലവൻ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് മാധ്യമ പ്രവർത്തകർ താങ്കളോട് ചോദിക്കുന്നത്. നോ, അല്ല അല്ല. എന്നോട് മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3 മണി സമയത്താണ്. അതിനുശേഷമാണ് എന്റെ ഫോൺ എടുത്തില്ല. അല്ല, അതിനുശേഷമാണ് ഇ ഡി സ്ഥിരീകരിച്ചു എന്നുള്ള റിപ്പോർട്ട് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. വൈകുന്നേരത്തോടു കൂടിയാണ് അത് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനുശേഷം എന്നെ വിളിച്ചിട്ടുള്ള മാധ്യമ പ്രവർത്തകരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഈ NIA ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ പിന്നെയും താങ്കളുടെ വൈക്ലഭ്യം ഇങ്ങനെ ഓരോ സംഭവങ്ങളിൽ പുറത്തു വരികയാണ്. NIA ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോൾ ഞങ്ങൾ ഓൺലൈനിൽ വന്നോട്ടെ, രാത്രി വന്നോട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്നോ? അങ്ങനെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. NIA-ക്കാർ അങ്ങനെ പറയും എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ കൺവീനിയൻ്റ് അനുസരിച്ചുള്ള ഒരു ടൈം അത് നമുക്ക് തീരുമാനിക്കാമെന്ന് അവർ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് 6 മണി എന്ന് പറഞ്ഞത്. ചോദിച്ചിരുന്നോ? ഞാൻ 6:15 രാത്രി വന്നോട്ടെ എന്ന് ചോദിച്ചിരുന്നു. അല്ല, എനിക്ക് ടൈം കൺവീനിയൻ്റ് ആയിട്ടുള്ളത് പുലർച്ചെയാണ്. കാരണം ഇവിടെ നിന്ന് യാത്ര ചെയ്ത് അവിടെ എത്താൻ സുഖമുള്ളൊരു ടൈം അതാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഏത് ടൈമിലെത്തുന്നു എന്നുള്ളതല്ലല്ലോ പ്രശ്നം. പ്രശ്നം ഇതാണ്, എന്താണ് ചോദിക്കുന്നത്, എന്താണ് ഞാൻ അവിടെ ആ ഏജൻസിയുടെ മുമ്പിൽ മറുപടി പറയുന്നത്. ആ ഏജൻസിയുടെ മുമ്പിൽ ഞാൻ വല്ലതും മറച്ചു വെച്ചോ, കളവ് പറഞ്ഞോ? അതാണ് തെറ്റ്. ഞാൻ ആ മെറിറ്റിലേക്ക് വരുന്നേ ഉള്ളൂ. അതിനു മുമ്പ് ഒരു മന്ത്രിയെ ആദ്യമായിട്ടായിരിക്കില്ലേ ഒരു NIA പോലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി ചോദ്യം ചെയ്യുന്നുണ്ടാവുക. ആ റെക്കോർഡ് KT ജലീൽ താങ്കൾക്കാണ് എന്നുള്ളത് ഒരു പരിഭ്രമമായി താങ്കളുടെ ഉള്ളിലുണ്ട്? ഒരിക്കലുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ട ഒരു സംഘത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും അറിവുകൾ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എൻ്റെ കൈവശമുണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയല്ലേ വിളിക്കുന്നത്. നമ്മളുടെ കയ്യിൽ വല്ലതുമുണ്ടെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരമാണ് യഥാർത്ഥത്തിൽ അതിലൂടെ കിട്ടുന്നത്. പക്ഷെ അത് എല്ലാവർക്കും ഉറപ്പില്ല. താങ്കൾക്ക് മാത്രമാണ് ആ ഉറപ്പുള്ളതെന്ന് തോന്നുന്നു. നമുക്ക് യു ജസ്റ്റ് വെയിറ്റ്. എത്ര കാലം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് അത് NIA-ക്കാരോട് ചോദിക്കണം. ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുകൂടെ പോയിരുന്നു എങ്കിൽ എന്തൊക്കെ കുതൂഹലങ്ങളും കോലാഹലങ്ങളും ഇതിനകം ഉണ്ടാകുമായിരുന്നു. NIA-യുടെ അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസികളുടെ ഏതെങ്കിലും റിപ്പോർട്ടിൽ എനിക്കെതിരായിട്ടുള്ളൊരു പരാമർശമുണ്ടോ? 101% എനിക്ക് ഉറപ്പുണ്ട്. 101%. I am very much confident because I have no connection. ഇതിനകത്തൊരു വ്യക്തത വരുത്താൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ, ഈ ജൂലൈ 14 ആദ്യമായിട്ട് താങ്കൾ ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വാർത്താ സമ്മേളനം നടത്തുന്നത്. അന്ന് നമ്മുടെ മുന്നിൽ, മാധ്യമങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നത് സ്വപ്ന സുരേഷിൻ്റെ ഫോൺ കോൾ ഡീറ്റെയിൽസ് ആയിരുന്നു. താങ്കൾ ഏതാണ്ട് ഒരു അരമണിക്കൂർ ഗ്യാപ്പിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് സ്ക്രീൻഷോട്ടുകൾ തരുന്നു, എന്ത് സാഹചര്യത്തിലാണ് വിളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. അന്ന് പക്ഷേ താങ്കൾ ഈ ഖുറാൻ കൊണ്ടുവന്ന കാര്യം പറയുന്നില്ല. നോക്കൂ, ആ ദിവസത്തിൽ തന്നെ ഈ കാര്യങ്ങൾ വ്യക്തത വരുത്താത്തത് എന്തുകൊണ്ടാണ്? ആ സമയത്തുണ്ടായിരുന്ന പ്രശ്നം സ്വപ്നയുമായി ഞാൻ സംസാരിച്ചു എന്നുള്ളത് മാത്രമാണ്. മാധ്യമങ്ങൾ അതിൻ്റെ ചോദ്യഭാഗത്ത് നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്, ഇതിൽ കൂടുതൽ കോളുകൾ ഉണ്ടാവുമോ, കൂടുതൽ ഡീറ്റെയിൽസ് ഉണ്ടോ? എത്ര കോളുകളാണെങ്കിലും എനിക്കൊരു പ്രശ്നമേ അല്ല കാര്യത്തിൽ. മതഗ്രന്ഥം കടത്തി, ഞാൻ
അതെന്താന്ന് വെച്ചാൽ മാത്രമല്ല, സക്കാത്ത് മാത്രമല്ല, ഞാൻ മതഗ്രന്ഥം കൊണ്ടുവരുന്നതിലും ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ടെന്ന നിലപാട് താങ്കൾ എടുത്തില്ല. കാരണം ഉണ്ട്. ഇപ്പൊ തന്നെ പറയുന്നുണ്ടല്ലോ, മതഗ്രന്ഥത്തെ വിവാദത്തിലേക്ക് വലിച്ചഴച്ചു. സത്യത്തിൽ ഒരു ദുരുദ്ദേശം എന്തെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ സമയത്ത് തന്നെ എനിക്കത് പറയാമായിരുന്നു. പക്ഷെ ഞാൻ പറയാതിരുന്നതിൻ്റെ കാരണം മതഗ്രന്ഥം ഇനി ഒരു വിവാദത്തിലേക്ക് വലിച്ചിഴക്കപ്പെടരുത് എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ പിന്നീട് അതിനെ സംബന്ധിച്ച് നമ്മൾ പറയാൻ നിർബന്ധിതമായി. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് നാട്ടിലൊരു കുഴപ്പം വേണ്ട. അതിനെ വർഗീയ ശക്തികൾ, വിവിധ ജനവിഭാഗങ്ങൾ തമ്മിൽ അകൽച്ചയ്ക്കുള്ള ഒരു കാരണമായി, ഒരു നിമിത്തമായി ഉപയോഗിക്കരുത് എന്ന നിർബന്ധം ആ സമയത്തും എനിക്കുണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിം ജനവിഭാഗങ്ങൾ, ക്രൈസ്തവ ജനവിഭാഗങ്ങൾ, ഇവരെല്ലാം വലിയ സന്തോഷത്തിലും ഐക്യത്തിലും ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഏതെങ്കിലും വർഗീയ ശക്തികൾ എന്തെങ്കിലും ദുരാരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ ഉണ്ടാകരുത് എന്ന ഒരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അന്ന് തന്നെ എനിക്കത് വെളിപ്പെടുത്താമായിരുന്നു. പക്ഷെ ഞാനത് വെളിപ്പെടുത്താതിരുന്നത് അതിനെ ദുരുപയോഗം ചെയ്ത് നാട്ടിൽ വർഗീയ സംഘർഷവും ജനങ്ങൾക്കിടയിലുള്ള അകൽച്ചയും സൃഷ്ടിക്കും ചില കേന്ദ്രങ്ങൾ എന്ന് ഭയപ്പെട്ടതുകൊണ്ടാണ്. ഈ സിയാപ്റ്റിൻ്റെ വാഹനം ആദ്യാവസരത്തിൽ വിശുദ്ധ ഗ്രന്ഥം താങ്കൾ കൈപ്പറ്റുന്നു, സിയാപ്റ്റിൻ്റെ വാഹനത്തിൽ അയക്കുന്നു, നിർദോഷമായ കാര്യം എന്ന് നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഇത് വിശദീകരിക്കുമ്പോൾ ഈ കോൺസുലേറ്റ്, കോൺസുലാർ ജനറൽ തുടങ്ങിയ അറ്റാഷെ തുടങ്ങിയതൊക്കെ മഹനീയ പദവികളായിരുന്നു നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം. ഇപ്പോഴും ആണ്, അല്ലെന്നല്ല. പക്ഷെ പിന്നീട് ഇവരിൽ തെളിഞ്ഞു വരുന്നത്, ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുടെ കാര്യത്തിലായാലും UAE എടുത്ത നടപടിയുടെ കാര്യത്തിലായാലും ഇവരൊന്നും സുതാര്യമായ രീതിയിലല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് ബോധ്യമായി വരുന്നത്. എൻ്റെ ചോദ്യം, ശരിയാണ്, ആദ്യഘട്ടത്തിൽ താങ്കൾ വളരെ നിർദോഷമായ വിധത്തിൽ ഞാൻ ഖുറാൻ കൈപ്പറ്റി, അത് കോൺസുലാർ ജനറൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്, എനിക്കന്ന് അവൈലബിൾ ആയിട്ടുള്ള വാഹനം സിയാപ്റ്റിൻ്റെ വാഹനമായിരുന്നു, ഞാൻ സിയാപ്റ്റിൻ്റെ വാഹനത്തിൽ അത് എടപ്പാളിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ അന്നത് ശരിയായിരുന്നു, അല്ലെങ്കിൽ അന്ന് താങ്കളുടെ കാഴ്ചപ്പാടിലും അത് ശരിയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കുകയും ചെയ്യാം. പക്ഷേ ഇപ്പോൾ സ്വപ്ന സുരേഷിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും UAE എടുത്ത നടപടികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇവരൊന്നും സുതാര്യമായ പ്രവർത്തനമായിരുന്നില്ല ചെയ്തതെന്ന് വ്യക്തമാകുന്നു. മന്ത്രി ഞാൻ കള്ളം ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോഴും എന്നെക്കൊണ്ട് ഇവർ കളവ് ചെയ്യിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോൾ സംശയിക്കേണ്ടതല്ലേ? എന്തുകൊണ്ട് ഇപ്പോഴും താങ്കൾ ഈ കോൺസുലാർ ജനറലിനെയൊക്കെ ഇങ്ങനെ പൊക്കി പിടിച്ച് നടക്കുന്നു? എന്നെക്കൊണ്ട് ഏതായാലും അത് ചെയ്യിച്ചിട്ടില്ല, ഞാൻ അതിന് ടൂളായിട്ടും ഇല്ല. ഒന്നാമത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനത് ഏറ്റുവാങ്ങിയിട്ടില്ല. ഞാൻ ഏറ്റുവാങ്ങുകയായിരുന്നെങ്കിൽ ഇവിടെയല്ലേ അത് വരിക, ഇവിടെയല്ലേ ഞാനത് സൂക്ഷിക്കുക. ഞാൻ പറഞ്ഞത് അവരിങ്ങനെ റംസാനിനോടനുബന്ധിച്ച് വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ പള്ളികളിൽ വിതരണം ചെയ്യാൻ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും വിതരണം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ സ്ഥലമുണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കത് എത്തിക്കണമെങ്കിൽ സിയാപ്റ്റിൽ നിങ്ങൾ എത്തിച്ചോളൂ. അവിടെ നിന്ന് വണ്ടികൾ പോകും ടെക്സ്റ്റ് ബുക്കുകളുമായിട്ട്. സർക്കാരിന് ഒരു രൂപ പോലും അഡീഷണലായിട്ട് വരാതെ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിൽ അത് എത്തിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. അതനുസരിച്ചാണ് അവർ സിയാപ്റ്റിൽ എത്തിച്ചതും സിയാപ്റ്റിൻ്റെ വണ്ടിയിൽ അത് കൊണ്ടുപോയതും. അതൊക്കെ നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അതിലൊക്കെ എന്താണ് ഇത്ര വലിയൊരു അപകടം? സിയാപ്റ്റിൻ്റെ വണ്ടിയിൽ കയറ്റാൻ പറ്റാത്ത ഒരു സാധനമാണോ വിശുദ്ധ ഖുർആൻ, അല്ലെങ്കിൽ ഭഗവത്ഗീത, അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ? പോകുന്ന തോണിക്കൊരു ഉണ്ട് എന്ന് പറയാറില്ലേ, അതാണ് ആക്ച്വലി സംഭവിച്ചത്. ഗവൺമെന്റ് സംവിധാനത്തിനോ സിയാപ്റ്റിനോ ഒരു പൈസ പോലും അഡീഷണലായിട്ട് ചെലവാകാതെയാണ് അത് ചെയ്തത്. അതെല്ലാം ആ സ്ഥാപനങ്ങളിൽ ഭദ്രമായി ഇപ്പോഴും ഇരിപ്പുണ്ട്. അന്വേഷണ ഏജൻസികൾ അവിടെ എത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ സംശയം അതല്ല, എൻ്റെ ഊന്നലും അതല്ല. നോക്കൂ, അന്ന് ഇപ്പോൾ ഞാനും താങ്കളും തമ്മിൽ ഒരു ഇടപാടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഞാൻ അന്നത്തെ താങ്കളുടെ നിരീക്ഷണത്തിൽ സത്യസന്ധനായ ആളാണ്, ഒരു സ്ഥാപനത്തിൻ്റെ മേധാവിയാണ് എന്നുള്ള നിലയിലാണ് താങ്കൾ ഇടപെട്ടിട്ടുണ്ടാവുക. പിന്നീട് ഞാനൊരു കള്ളം ചെയ്തു എന്ന് ബോധ്യപ്പെടുമ്പോൾ ഡോക്ടർ KT ജലീലിനെ സംബന്ധിച്ചിടത്തോളം എന്നിൽ സംശയം കൂടണ്ടേ? ഇവരെന്നെ പറ്റിച്ചോ, എന്നെ ചാമ്പിയോ എന്നുള്ളൊരു തോന്നലുണ്ടാവണ്ടേ? അത് KT ജലീലിന് കോൺസുലാർ ജനറലിലോ ഈ അറ്റാഷയിലോ തോന്നാത്തത് എന്തേ? ഡിപ്ലോമാറ്റിക് ബാഗേജിലാണല്ലോ
സ്വർണം വന്നത്, അതെ. ഡിപ്ലോമാറ്റിക് ബാഗേജ്. ഖുർആൻ വന്നിട്ടുള്ളത് ഡിപ്ലോമാറ്റിക് കാർഗോയിലാണ്. കസ്റ്റംസിൻ്റെ ക്ലിയറൻസിൻ്റെ ചിട്ട് തന്നെ നിങ്ങൾ കണ്ടില്ലേ? ഒരു ചാനൽ അത് പുറത്തു വിട്ടിരുന്നല്ലോ. ഡിപ്ലോമാറ്റിക് കാർഗോയിലാണ് 8000 ഖുർആൻ്റെ കോപ്പികൾ വന്നത്, 250 പാക്കറ്റ്. എനിക്ക് 32 പാക്കറ്റാണല്ലോ തന്നു എന്ന് പറയപ്പെടുന്നത്. ഞാൻ വ്യക്തിപരമായിട്ടത് സ്വീകരിച്ചിട്ടില്ല. ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ മതി, അവർ വിതരണം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ എത്തിക്കുകയാണ് ചെയ്തത്. ബാക്കി 218 പാക്കറ്റുകൾ അവിടെ തന്നെ ഉണ്ടാകണമല്ലോ. എനിക്ക് തന്നു എന്ന് പറയപ്പെടുന്ന പാക്കറ്റുകളെല്ലാം തന്നെ 31 പാക്കറ്റുകൾ സുരക്ഷിതമായിട്ടുണ്ട്. ഒരു പാക്കറ്റ് സിയാറ്റിൽ നിന്ന് തന്നെ പൊട്ടിച്ചു. അവിടുത്തെ ജീവനക്കാർ അതെടുത്തു. ആരൊക്കെയാണ് അത് എടുത്തത് എന്നുള്ളത് CCTV പരിശോധിച്ചാൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ആർക്കും ഒന്നും മറച്ചു വെക്കാൻ കഴിയില്ല. അവിടെ പോയി അന്വേഷിച്ചാൽ മതി ആരൊക്കെയാണ് ഓരോ കോപ്പികൾ എടുത്തുകൊണ്ടുപോയത് എന്ന്. ഒന്നുകൂടി ഞാൻ ആവർത്തിക്കാം. നോക്കൂ, ഡിപ്ലോമാറ്റിക് ബാഗേജിലാണ് സ്വർണം വന്നത്, ഡിപ്ലോമാറ്റിക് കാർഗോയിലാണ് ഖുർആൻ വന്നത്. ഡിപ്ലോമാറ്റിക് ബാഗേജിൽ സ്വർണം കടത്താൻ കേപ്പബിൾ ആയിട്ടുള്ള കോൺസുലാർ ജനറലിനെ ഡിപ്ലോമാറ്റിക് കാർഗോയിലൂടെ ഈ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തുമെന്ന് KT ജലീൽ എന്തുകൊണ്ട് ഇപ്പോഴും സംശയിക്കുന്നില്ല? ഉണ്ടായിരിക്കാം, ഞാനത് തള്ളിക്കളയുന്നൊന്നുമില്ല. അപ്പോൾ താങ്കളെ ഉപയോഗിച്ചിട്ടുണ്ടാവും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ. എന്നെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് നമ്മളുടെ ആ 32 പാക്കറ്റുകൾ നോക്കി അറിയല്ലോ. ആ 32 പാക്കറ്റിൽ വന്നിട്ട് ഇത്ര ദിവസമായി, അത് മാറ്റിയിട്ടുണ്ടെങ്കിലോ? അത് പോയി നോക്കൂ നിങ്ങൾ. അതിനകത്ത് നേരത്തെ ഖുർആൻ ആയിരുന്നില്ല, സ്വർണ്ണക്കട്ടിയായിരുന്നു. ഇപ്പോൾ എടുത്ത് ഖുർആൻ വെച്ചതാണെങ്കിലോ? ആ 2 സ്ഥാപനങ്ങളുടെ മേധാവികളോട് ചെന്ന് അന്വേഷിച്ച് നോക്കൂ നിങ്ങൾ. ആരെങ്കിലും അവിടെ വന്നത് മാറ്റിയിരുന്നോ? മേധാവി വഴി അല്ലല്ലോ കോൺസുലാർ ജനറൽ ഇത് ചെയ്തത്, മന്ത്രി KT ജലീൽ വഴിയല്ലേ ചെയ്തത്. വഴിയാണെന്നുണ്ടെങ്കിലും ഞാനത് നേരിട്ട് ഏറ്റുവാങ്ങിയിട്ടില്ല, ഞാനത് കണ്ടിട്ട് പോലില്ല സത്യത്തിൽ. ഈ കോൺസുലർ ജനറൽ സാധാരണഗതിയിലുള്ള ഇടപെടലല്ല നടത്തുന്നത്. അദ്ദേഹം താങ്കൾക്ക് വാട്സാപ്പ് സന്ദേശമാണ്. സാധാരണഗതിയിൽ വളരെ ഔപചാരികത അല്പം കൂടുതലാണ് അല്ലേ? ഒരു മന്ത്രി ഒരു സാധാരണ പൗരന് കത്തെഴുതുന്നത് പോലെ പോലുമല്ല ഔപചാരികത, അതിനേക്കാളും എത്രയോ ഉയർന്ന നിലയിലാണ്. വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക, എന്നിട്ട് മന്ത്രിയോട് സക്കാത്ത് വിതരണം ചെയ്യാൻ പറയുക, അല്ലെങ്കിൽ ഖുർആൻ വിതരണം ചെയ്യാൻ പറയുക എന്നുള്ളതൊക്കെ എങ്ങനെയാണ്? അതിലൊന്നും താങ്കൾക്ക് സംശയം തോന്നാതിരുന്നത് മിനിസ്റ്റർ? അങ്ങനെ ഒരു അനുഭവമോ അല്ലെങ്കിൽ കേട്ടുകേൾവിയോ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ഇത് റിലിജിയസ് ആയിട്ടുള്ള സാംസ്കാരികമായിട്ടുള്ള ആദാനപ്രദാനങ്ങൾ മാത്രമാണ്. മതപരമായിട്ടുള്ള ഒരു കാര്യം, സാംസ്കാരികമായിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ. ഇതിന് നമ്മൾ അത്ര കൂടുതലൊന്നും തലപുകഞ്ഞ് ആലോചിക്കേണ്ട കാര്യമില്ല. ഒരുപാട് കാലങ്ങളായിട്ട് UAE എംബസികൾ എല്ലാ രാജ്യങ്ങളിലും ചെയ്യുന്ന കാര്യമാണിത്. റംസാനോടനുബന്ധിച്ച് UAE സ്വന്തം രാജ്യത്ത് പോലും മതശാസനകൾ നടപ്പാക്കുന്നത് നമ്മൾ അവിടുത്തെ വിസിറ്റിൽ നമുക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു രാജ്യത്ത് ചെയ്യാത്ത കാര്യങ്ങൾ അവർ പുറം രാജ്യങ്ങളിൽ ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ 250 പാക്കറ്റ് വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ എങ്ങനെ വന്നു ഇവിടെ? അത് ദുബായ് ഗവൺമെന്റ് അയച്ചതാണ്. ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്. ദുബായ് ഗവൺമെന്റ് ആണ് അത് അയച്ചത്. ആ പാക്കറ്റുകൾ ഗവൺമെന്റ് ഓഫ് ദുബായ് റിലിജിയസ് അഫയേഴ്സ് ആൻഡ് ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് എന്ന് ഓരോ 32 വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ ഉൾക്കൊള്ളിച്ച പാക്കറ്റിന് മുകളിലും എഴുതിയിട്ടുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ഏർപ്പാടില്ല എന്ന് പറഞ്ഞതായും വാർത്തകളുണ്ട്. അത് തെറ്റാണെന്നല്ലേ ഇത് സൂചിപ്പിക്കുന്നത്? അങ്ങനെ ആയിരുന്നു എങ്കിൽ 250 വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ ഉൾക്കൊള്ളുന്ന പാക്കറ്റുകൾ എന്തിനാണ് അവിടുത്തെ ഗവൺമെന്റ്, അവിടുത്തെ ഇസ്ലാമിക് അഫയേഴ്സ് ആൻഡ് ചാരിറ്റി ഡിപ്പാർട്ട്മെന്റ് ഇങ്ങോട്ട് അയച്ചത് കോൺസുലേറ്റിന്റെ അഡ്രസ്സിൽ? മിനിസ്റ്റർ തന്നെ സക്കാത്ത് കഴിഞ്ഞ വർഷവും വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ ഖുർആൻ ഇതാദ്യമായിട്ടാണ്, മറ്റൊരു തവണ ഉണ്ടായിരുന്നു എന്ന് തെളിവ് മന്ത്രിയുടെ കയ്യിലില്ല. ഇല്ല ഇല്ല ഇല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഖുർആന്റെ കോപ്പികൾ അവര് അവിടെ വരുന്ന എല്ലാവർക്കും 1-2 പാക്കറ്റുകൾ കൊടുക്കാറുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റംസാൻ കാലഘട്ടത്തിലാണല്ലോ ഈ 2 കാര്യങ്ങളും, 1 സക്കാത്തും 2 ഖുർആനും. അപ്പോ ഈ വർഷം മാത്രമാണ് അവർ ഖുർആൻ വിതരണം ചെയ്തത്. അതിന്റെ മുമ്പും വിതരണം ചെയ്തിട്ടുണ്ടാകും, അങ്ങനെ തന്നെയാണ് ഞാൻ കരുതുന്നത്. നേരത്തെ മന്ത്രിയെ വിളിച്ചിരുന്നു, അത് കിറ്റുകൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടി വിളിച്ചിരുന്നു. വേറെ 2-3 വർഷവും അത് നടന്നിരുന്നു എന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് എനിക്ക് ഫോട്ടോ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു.
ഇത് എല്ലാ UAE എംബസികളും റംസാൻ കാലത്ത് കൊടുക്കുന്നതാണ്. ഏത് ഖുർആൻ? നോ, ഖുറാനും കൊടുക്കും. അതുപോലെ തന്നെ അത് അറബ്സിന്റെ ഒരു ട്രഡീഷനാണ്. വേറെ എന്തെങ്കിലും തെളിവുണ്ടോ? പിന്നെ ആ ഓരോ ഖുർആന്റെ കോപ്പിയുടെ മുകളിലും എഴുതി വെച്ചിട്ടുള്ളത് എന്താണെന്ന് അറിയോ നിങ്ങൾ? നോക്കൂ സാർ, ഈ സ്വർണ്ണ കള്ളക്കടത്ത് നടത്താൻ വേണ്ടി നയതന്ത്ര ബാഗേജ് ഉപയോഗിക്കുന്ന ബുദ്ധിക്ക് പിന്നെ ഖുർആനൊന്നും ഉണ്ടോ? തീർച്ചയായിട്ടും ഞാനതിൽ അങ്ങനെ ഇല്ല എന്ന് കട്ടായം പറയുന്നില്ല. മേ ബി സംഭവിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമുക്കത് തീർത്ത് പറയാൻ കഴിയില്ലല്ലോ. വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണം കടത്തി എന്നുള്ള നിലയിലല്ലേ പ്രചരണങ്ങൾ. താങ്കളിലുള്ള വിശ്വാസിക്ക് അത് അംഗീകരിക്കാൻ കഴിയുന്നുണ്ടാവില്ല. പക്ഷേ ഈ സ്വർണ്ണ കള്ളക്കടത്ത് മാഫിയെ ആണല്ലോ നമ്മളിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഈ മാഫിയക്ക് എന്ത് ഖുർആൻ, ബൈബിൾ, എന്ത് ഭഗവത്ഗീത? ശരിയാണ്. ഈ മതഗ്രന്ഥങ്ങളുടെ തൂക്കം സംബന്ധിച്ച ചോദ്യങ്ങൾ NIA നിന്ന് താങ്കളുടെ ഭാഗത്തുണ്ടായിരുന്നു. കൃത്യമായ ഉത്തരം നൽകാൻ ഒരിക്കലും അതിന് ഞാൻ ബാധ്യസ്ഥനെ അല്ലല്ലോ. അതൊക്കെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്തു കൊടുത്തിട്ടുള്ള സാധനങ്ങളാവുമല്ലോ. കസ്റ്റംസ് ക്ലിയറൻസ് നൽകാതെ എയർപോർട്ടിൽ നിന്ന് ഈ ഖുർആന്റെ കോപ്പികൾ എങ്ങനെ കോൺസുലേറ്റിൽ എത്തും? എത്തില്ലല്ലോ. അതിനെത്ര കിലോ ഉണ്ട്, ഓരോ പാക്കറ്റിന്മേലുമുണ്ട് ഇത്ര എണ്ണം, ഇത്ര കിലോ എന്നുള്ള വിവരം ഓരോ പാക്കറ്റിന്മേൽ. അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്ര ഖുർആൻ ഉണ്ടെങ്കിൽ ഇത്ര തൂക്കം വരണം എന്നുള്ളത് ഇപ്പോഴത്തെ ഖുർആന്റെ തൂക്കം വെച്ച് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ കസ്റ്റംസ് പരിശോധിച്ച് കണ്ടെത്തണം. അങ്ങനെയുള്ള ചോദ്യം താങ്കളോട് NIA ഉന്നയിച്ചിരുന്നു? ഒരിക്കലും അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും എന്നോട്. താങ്കളല്ലേ ഉത്തരവാദി ആകേണ്ടത് സാധാരണഗതിയിൽ? കാരണം ഞാൻ വാങ്ങിയിട്ടില്ലല്ലോ. മുഖാന്തരമാണല്ലോ ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടത്. ഞാൻ വാങ്ങിയിട്ടില്ല, ഞാനത് കണ്ടിട്ട് പോലുമില്ല. ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ ആയപ്പോഴാണ് ആ ഖുർആന്റെ കോപ്പികൾ ഫോട്ടോ എടുത്ത് കണ്ടത്. ഇപ്പോഴും നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല, അതിന്റെ ദൃശ്യങ്ങളാണ് ഞാൻ കണ്ടത്. എത്ര കാർട്ടൺ കിട്ടി, എത്ര കാർട്ടൺ പൊട്ടിച്ചു, ഒരു കാർട്ടണിൽ എത്ര ഖുർആൻ എന്നെ സംബന്ധിച്ചൊരു വ്യക്തത പറയാമോ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം 32 പാക്കറ്റുകളാണ് അവര്. 32 കാർട്ടൺ, ചെറിയ പാക്കറ്റുകൾ. ഒന്നിൽ 32 കോപ്പികളായിരുന്നു ഉണ്ടായിരുന്നത്. 32 കോപ്പികൾ. ഒരു പാക്കറ്റ് സിയാപ്റ്റിൽ വെച്ച് തന്നെ അവർ പൊട്ടിച്ചു. എന്താണിത് എന്നറിയാനുള്ള ജിജ്ഞാസ കൊണ്ടാവാം. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഖുർആന്റെ കോപ്പികളാണ്. അത് അവിടുത്തെ ജീവനക്കാർ തന്നെ എടുത്തു. 5ഓ 6ഓ ബാക്കിയായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ എടുക്കുന്നതിന് CCTV ഉണ്ടെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. ഉണ്ടാവും അവിടെ, അത് ചോദിച്ചാൽ മതിയല്ലോ. അതൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ലല്ലോ, അവിടെ തന്നെ ഉണ്ടാവുമല്ലോ. എപ്പോഴും അവരോട് ചോദിച്ചാൽ മതിയല്ലോ. അല്ല, CCTV ഉണ്ടോ എന്ന് പരിശോധന നടത്തിയിരുന്നോ? CCTV ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. ഒരു കാർട്ടൺ നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവെക്കുന്നു, ഇത് പൊട്ടിക്കുന്നു, എന്നിട്ട് ആരൊക്കെ? ഇത് ഒരാളല്ലല്ലോ അത് ചെയ്യുന്നത്, ഒരുപാട് ആളുകൾ നിന്ന് ചെയ്യുകയല്ലേ. അവിടെ കോൺഗ്രസ്സുകാരുണ്ടാവും, BJPക്കാരുണ്ടാവാം, ലീഗുകാരുണ്ടാവും, CPMകാരുണ്ടാവും, CPIക്കാരുണ്ടാവും, മറ്റു പാർട്ടിക്കാരുണ്ടാവും. എല്ലാ പാർട്ടികളിൽ നിന്നുള്ള ജീവനക്കാരും ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടല്ലോ. അവരോട് ചോദിച്ചാൽ മതിയല്ലോ അങ്ങനെ വല്ല രഹസ്യ സ്വഭാവവും ഉണ്ടായിരുന്നോ അത് പൊട്ടിക്കുമ്പോൾ എന്നുള്ളത്. മന്ത്രി അതൊന്നും ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ. ഞാനത് അറിയുന്നത് തന്നെ ഈ പ്രശ്നം വന്നപ്പോഴാണ്. അങ്ങനെ അവിടെ ഒന്ന് പൊട്ടിച്ചു എന്നും അവിടെ ആളുകൾ എടുത്തു എന്നുള്ളതൊക്കെ അറിയുന്നത് ഈ പ്രശ്നം വന്നപ്പോൾ അതിനെ സംബന്ധിച്ച് അന്വേഷിച്ചപ്പോൾ മാത്രമാണ്. തന്നെ മന്ത്രിയുടെ കൈകടത്തിൽ ഉണ്ടായി എന്നുള്ള ആക്ഷേപം പിന്നീടുണ്ടായി. 11-ാം തീയതി 3 ഉദ്യോഗസ്ഥന്മാരെ മന്ത്രി തിരക്കിട്ട് മാറ്റിയെന്നും അന്ന് തന്നെ റിലീവ് ചെയ്ത് പോകണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടു എന്നാണ്. എന്തായിരുന്നു അത്ര തിടുക്കം? ഞാൻ അത് പത്രത്തിൽ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. അവിടെയൊന്നും നടക്കുന്ന ട്രാൻസ്ഫറുകളൊന്നും മന്ത്രി അറിഞ്ഞിട്ടേ അല്ല. ആ സ്ഥാപനങ്ങൾക്ക് മേധാവികളുണ്ട്. ആ മേധാവികൾ ഭരണ സൗകര്യത്തിനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തിനാണ് മന്ത്രി അറിയുന്നത്? ഓരോ കാര്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റിൽ മന്ത്രി അറിയണമെന്ന് നമ്മൾ എന്തിനാണ് വാശി പിടിക്കുന്നത്? നല്ല കേപ്പബിളായിട്ടുള്ള ആളുകളെയാണല്ലോ ഓരോ സ്ഥാപനത്തിൻ്റെയും മേധാവികളായിട്ട് നിശ്ചയിക്കുക. അവർ ആ സ്ഥാപനത്തിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് എന്ന് അവരാണ് തീരുമാനിക്കുക. പക്ഷേ പോട്ടെ, ആ CAPTലുള്ള നടപടികൾ താങ്കൾ അറിഞ്ഞില്ല എന്ന് പറയുന്നു. പക്ഷെ ഒരു കാര്യവും താങ്കൾ അറിഞ്ഞില്ല എന്ന് വരുന്നത് എത്രത്തോളം ഗുണകരമാകും മുന്നോട്ടുള്ള പോക്കിന്? ഒന്ന്, CAPTലെ ഉദ്യോഗസ്ഥരുടെ അവരുടെ പൊസിഷനിങ് സംബന്ധിച്ചുള്ള കാര്യം. 2, ഇപ്പോൾ CAPTന്റെ കാര്യത്തിൽ തന്നെ അവിടെയുള്ള CCTV ദൃശ്യങ്ങൾ താങ്കൾ കണ്ടോ, അല്ലെങ്കിൽ അത് ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു വ്യക്തതയും നൽകാൻ. ഞാനും എന്തിനാണ് അതൊക്കെ കാണുന്നത് എന്ന് നിങ്ങൾ എന്തായി പറയുന്നത്? അന്വേഷണ ഏജൻസികളില്ലേ,
അവർ കണ്ടെത്തട്ടെ കാര്യങ്ങൾ. എന്നാലും ഒന്ന് വിളിച്ചു ചോദിക്കില്ല MD നമ്മളൊന്ന് നമ്മുടെ ആ വിഷ്വൽ അവിടെ ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ എനിക്ക് അതൊക്കെ അവർ കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. NIA അല്ല, കസ്റ്റംസുകാർ കൊണ്ടുപോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CCTV ദൃശ്യങ്ങൾ, ഈ പൊട്ടിക്കുന്ന ദൃശ്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും, മേ ബി ഉണ്ടാവാം. നോക്ക്, ഈ 32 ഖുറാനാണ് എങ്കിൽ ഞാനത് താങ്കളുടെ 2 ഇന്റർവ്യൂ ഒന്ന് വിശകലനം ചെയ്ത് നോക്കി. അതിൽ ആദ്യത്തെ ഇന്റർവ്യൂ ഷാഹിനയ്ക്ക് നൽകിയ ഇന്റർവ്യൂ ആണ്. ആ ഷാഹിനയ്ക്ക് നൽകിയ ഇന്റർവ്യൂവിൽ 24 എണ്ണം ജീവനക്കാർ കൊണ്ടുപോയി എന്ന് ഖണ്ഡിതമായി പറയുന്നുണ്ട് മന്ത്രി. അല്ല, 24 എണ്ണമല്ല, 24 25 അത്. പിന്നെ രണ്ടാമത്തെ ഇന്റർവ്യൂവിൽ 25 26 എന്ന് പറയുന്നു. അപ്പൊ എന്തിനാണ് 25 26 എന്ന ആണെങ്കിൽ എന്നും ഖണ്ഡിതമായി അതൊക്കെ അവിടെ ചോദിച്ചാൽ മതി. ഞാൻ ഈ പറഞ്ഞത് ശരിയാണോ അല്ലേ എന്നുള്ളത് അവിടെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. എത്ര ആളുകൾ എടുത്തു? മന്ത്രിയല്ലേ ഈ കാര്യങ്ങൾ അവിടെ കൊണ്ടുവച്ചത്. അപ്പൊ പിന്നെ ഞാനത് കണ്ടിട്ടേ ഇല്ല. പക്ഷെ മന്ത്രി പറഞ്ഞിട്ടല്ലേ അവിടെ കൊണ്ടുവച്ചത്. അവിടെ കൊണ്ടുപോയി വെച്ചു. അവിടെ നിന്ന് മലപ്പുറത്തേക്കുള്ള പോകുന്ന വണ്ടിയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അവരത് കൊണ്ടുപോവുകയും ചെയ്തു. ബന്ധപ്പെട്ട 2 സ്ഥാപനങ്ങളിൽ ഇറക്കി വെക്കുകയും ചെയ്തു. 31 പാക്കറ്റുകൾ ആ 2 സ്ഥാപനങ്ങളിലായിട്ട് ഭദ്രമായി ഇരിപ്പുണ്ട്. ഇവിടെ വിശുദ്ധ ഖുർആൻ വിതരണം ചെയ്യാൻ പാടില്ല എന്നാണ് അധികൃതർ പറയുന്നത് എങ്കിൽ അത് മടക്കി കൊടുക്കും എന്നും ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് ഖുർആൻ കൊണ്ടുവരുന്നത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. നിങ്ങൾ നമ്മളുടെ നാട്ടിലെ പള്ളികളിൽ, മതസ്ഥാപനങ്ങളിലൊന്ന് പോയി നോക്കും. അവിടങ്ങളിലുള്ള ഖുർആനുകളിൽ പകുതിയിലധികം വിദേശ രാജ്യങ്ങളിൽ അച്ചടിച്ച ഖുർആനുകളാകും. UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അവിടെയുള്ള അറബി പ്രാമാണിക ഗ്രന്ഥങ്ങളിൽ 95% വിദേശ രാജ്യങ്ങളിൽ അച്ചടിച്ചിട്ടുള്ള അറബി ഗ്രന്ഥങ്ങളാകും. ഇതൊക്കെ ഈ നാട്ടിലെത്തിയത് എങ്ങനെയാണ്? ഇതൊന്നും ഈ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യാൻ പാടില്ലായിരുന്നു എങ്കിൽ ഈ പുസ്തകങ്ങളൊക്കെ, ഈ ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെത്തിയത് എങ്ങനെയാണ്? നിരോധിക്കപ്പെടാത്ത എന്തു വസ്തുവും കസ്റ്റംസ് ഡ്യൂട്ടി അടച്ച് ഏത് രാജ്യത്തേക്കും കൊണ്ടുപോകാം, ഇന്ത്യയിലേക്കും കൊണ്ടുവരാം. അങ്ങനെ നിയമാനുസൃതം കൊണ്ടുവന്നിട്ടുള്ളതാണ് അതൊക്കെ. ഈ ചീഫ് പ്രോട്ടോകോൾ ഓഫീസർ പറയുന്ന കഴിഞ്ഞ 2 വർഷമായിട്ട് അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. അത് ചീഫ് പ്രോട്ടോകോൾ ഓഫീസറോടും കോൺസുലേറ്റിന്റെ അധികൃതരോടും ചോദിക്കേണ്ട കാര്യമല്ലേ? എങ്ങനെയാണ് ഞാനതിന് ഉത്തരവാദിയാവുക? അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥരാണ്, താങ്കൾ മന്ത്രിയാണ്. കോൺസുലേറ്റ് ചിലപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടാവില്ല. അന്വേഷിക്കേണ്ട കാര്യങ്ങൾ അവരന്വേഷിച്ചിട്ടുണ്ടാകും. അന്വേഷിക്കേണ്ടാത്ത കാര്യങ്ങളെന്ന് അവർക്ക് തോന്നിയത് അന്വേഷിച്ചിട്ടുണ്ടാവില്ല. ഈ ഇതിനകത്തുള്ള വേറെ ചില സാങ്കേതികമായ വിഷയങ്ങൾ, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും വഖഫിൻ്റെ മന്ത്രിയുമാണ് അങ്ങ്. ഖുർആൻ കൊണ്ടുപോകേണ്ടത് വഖഫിൻ്റെ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കളോട് കോൺസുലർ ജനറൽ ആ നിലയിൽ ആവശ്യപ്പെട്ടു എന്നുള്ള നിലയിൽ എൻ്റെ ഉത്തരവാദിത്തം എന്നുള്ള നിലയിൽ ഞാൻ അത് ഏറ്റെടുത്തു എന്ന് മാത്രം. മുഖ്യമന്ത്രിയും പലതവണ അത് വിശദീകരിക്കും. സ്വാഭാവികമായ ചോദ്യമല്ലേ, അത് വഖഫ് ബോർഡിലായിരുന്നില്ലേ കൊണ്ടുവെക്കേണ്ടത്? അത് വഖഫ് ബോർഡിൻ്റെ വണ്ടിയിലായിരുന്നില്ലേ കൊണ്ടുപോകേണ്ടിയിരുന്നത്? നിങ്ങൾ എന്താണ് ഈ കേരളത്തെക്കുറിച്ചും ഇന്ത്യയെക്കുറിച്ചും ധരിച്ചത്? എത്രയോ മതവിശ്വാസികളായിട്ടുള്ള മന്ത്രിമാരുണ്ട്. വെള്ളിയാഴ്ചകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ കാലങ്ങളായിട്ട് പള്ളിയിൽ പോകുന്നു ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ. അത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ഞങ്ങൾ ഔദ്യോഗിക വാഹനമല്ലേ ഉപയോഗിക്കാറ്. ആരെങ്കിലും അതേക്കുറിച്ച് വല്ലതും ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ? ഹിന്ദുമത വിശ്വാസികളായിട്ടുള്ള മന്ത്രിമാർ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താറുണ്ട്. അവരുടെ ഔദ്യോഗിക വാഹനത്തിലല്ലേ അവർ പോകാറുള്ളത്? തീർത്തും വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ അത്? ചർച്ചിൽ വിശ്വാസമുള്ള ആളുകൾ ചർച്ചുകളിൽ പോകാറുണ്ടല്ലോ. ഞായറാഴ്ചകളിൽ മന്ത്രിമാരായിട്ടുള്ളവർ പോയിട്ടുണ്ടല്ലോ. അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമല്ലേ? അവരുടെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തിട്ടാണോ അവർ പോകാറ്? ഔദ്യോഗിക വാഹനം അവർ ഉപയോഗിക്കാറില്ലേ? മുൻ മുഖ്യമന്ത്രി കരുണാകരൻ എല്ലാ മലയാള മാസവും 1-ാം തീയതി ഗുരുവായൂരിൽ പോയിരുന്നു. മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തൊക്കെ സർക്കാരിൻ്റെ ചെലവിലല്ലേ പോയിരുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ രാമക്ഷേത്രത്തിൻ്റെ ശിലാന്യാസത്തിന് പോയത് പ്രധാനമന്ത്രി എന്നുള്ള കപ്പാസിറ്റിയിൽ നമ്മളുടെ രാജ്യത്തിൻ്റെ പൊതുഖജനാവിൽ നിന്നുള്ള പണം ഉപയോഗിച്ചിട്ടല്ലേ? അതിനെ ഒന്നും ആരും ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പോണ തോണിക്കൊരുന്ത് എന്നുള്ള പോലെ സർക്കാരിന് ഒരു ചില്ലി പൈസ പോലും അധികം ബാധ്യത വരാതെ വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ കുറച്ച് മലപ്പുറത്തേക്ക് ടെക്സ്റ്റ് ബുക്ക് കൊണ്ടുപോകുന്ന സർക്കാർ വാഹനത്തിൽ കയറ്റി വെച്ചു എന്നുള്ളതിനെ കാണുന്നു? ഈ സിയാറ്റിൻ്റെ വാഹനത്തിൻ്റെ ഒരു അപാകത എന്ന് പറയുന്നത്, ഒരു ഘട്ടമെത്തിയപ്പോൾ
സിയാപ്റ്റിൻ്റെ വണ്ടിയുടെ GPS നഷ്ടമാവുകയാണ്. അതൊക്കെ അന്വേഷിച്ചാൽ കണ്ടെത്താവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. ഞാനിപ്പോൾ വിചാരിക്കുന്നത് അതൊരു വലിയ ഭാഗ്യമായി എന്നാണ്. അന്ന് അങ്ങനെ തോന്നിയിരുന്നില്ല എങ്കിൽ എന്തൊക്കെ കള്ളക്കഥകളും ഊഹാപോഹങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുമായിരുന്നു. എങ്ങനെ തോന്നിയില്ലായിരുന്നെങ്കിൽ? ഞാൻ ഏതെങ്കിലും ഒരു സ്വകാര്യ വണ്ടിയിലായിരുന്നു അത് കൊണ്ടുപോയിരുന്നത് എങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അവരോട് പറഞ്ഞിരുന്നത് എങ്കിൽ. അതിനുള്ള ബാധ്യത എന്താണ് മന്ത്രിക്കുള്ളത്? ഒരു സ്വകാര്യ വാഹനമൊക്കെ പിടിച്ച് നിങ്ങൾ കഥകൾ എത്ര മെനയും. ആ സ്വകാര്യ വാഹനം ആരുടേത്, അതെവിടെയൊക്കെ നിർത്തി? അത് എറണാകുളത്ത് നിന്ന് പെരുമ്പാവൂരിലേക്ക് പോയോ? പെരുമ്പാവൂരിൽ നിന്ന് തൊടുപുഴയിലെത്തിയോ വാഹനം? ഇത് തൃശ്ശൂരിൽ നിന്ന് ഇതിന്റെ GPS കട്ട് ചെയ്ത് ബാംഗ്ലൂരിലേക്ക് പോയി എന്ന ആക്ഷേപമുണ്ട്. പരിശോധിക്കട്ടെ. ഈ ആധുനിക കാലത്ത് നമുക്കൊരു കാര്യം പരിശോധിച്ച് കണ്ടെത്താൻ ഒരു പ്രയാസവുമില്ല. ഞാൻ നികേഷിന് അയച്ചിട്ടുള്ള മുഴുവൻ മെസ്സേജുകളും വീണ്ടും അത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. എങ്ങനെ അറിയാം? ക്രിയേറ്റ് ചെയ്തെടുക്കാമല്ലോ, നമുക്കറിയാമല്ലോ. സാങ്കേതികമായിട്ടുള്ള 2 TB രേഖകൾ ഈ പ്രതികൾ ഡിലീറ്റ് ചെയ്തു എന്ന് പറയുന്ന 2 TB രേഖകൾ NIA റിട്രീവ് ചെയ്തു എന്ന് കോടതിയിൽ തന്നെ NIA വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ നല്ലതാണത്. താങ്കളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ അപകടകരമായ അവസ്ഥയല്ലേ? എനിക്ക് ഭയങ്കര സന്തോഷമാണ് അതിൽ. കാരണം എന്താ വെച്ചാൽ എല്ലാം റിട്രീവ് ചെയ്ത് എടുക്കാൻ പറ്റി എന്ന് പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഞാൻ. കെട്ടി ജലീൽ ഡിലീറ്റ് ചെയ്ത മെസ്സേജസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതിനകത്ത്. സ്വാഭാവികമായിട്ടും താങ്കളെ ഇട്ട് NIA ചോദ്യം ചെയ്യുമ്പോൾ ആ സ്ക്രീനിലിട്ട് കാണിക്കുമായിരിക്കും ഇത് സ്വപ്ന സുരേഷ് ഇട്ട് ഇതിനകത്ത് എന്താ ഒരു ലവ് ചിഹ്നം എന്നൊക്കെ ചോദിച്ചോ? എനിക്കറിയില്ല. ഒരിക്കലും ഇല്ല, അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്നെ അറിയുന്ന ആളുകൾക്കറിയാം അത്തരത്തിലുള്ള ഒരു കാര്യവും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല എന്ന്. NIA അതൊക്കെ ചെയ്യുന്നു എങ്കിൽ ഏറ്റവും അധികം അതിൽ സന്തോഷിക്കുന്നത് ഞാനാണ്. UAE പോലൊരു സമ്പന്ന രാഷ്ട്രം, മറ്റൊരു ചെറിയ ചോദ്യമാണത്. സമ്പന്ന രാഷ്ട്രം 1000 കിറ്റ് വിതരണം ചെയ്യുന്നു. 500 രൂപയാണ് ഒരു കിറ്റിൻ്റെ മൂല്യം. നേരത്തെ പറഞ്ഞ പോലെ വാട്സാപ്പിലാണത് മന്ത്രിയെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്തൊരു അത്ര പോരല്ലോ മൊത്തം ഏർപ്പാട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വളരെ ചീപ്പായി ചെയ്യുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ന്യൂ ഇയറിന് കേക്ക് കൊടുക്കും. എല്ലാ എംബസികളും അവരവർക്ക് ബന്ധമുള്ള ആളുകൾക്ക് കേക്കുകൾ വിതരണം ചെയ്യും. ദീപാവലിയോടനുബന്ധിച്ച് ഇന്ത്യയിലെ ഇന്ത്യൻ എംബസികൾ, വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസികൾ സ്വീറ്റ് ബോക്സസ് കൊടുക്കും. ജസ്റ്റ് ലൈക്ക് ദാറ്റ്. സമാനമാണ് അറബികളെ സംബന്ധിച്ചിടത്തോളം റംസാൻ കാലത്ത് ഇങ്ങനെ ഭക്ഷണ കിറ്റുകൾ വിതരണം ചെയ്യുക, വിശുദ്ധ ഖുർആന്റെ കോപ്പികൾ വിതരണം ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മൾ അതിനെ ആ ഒരു തലത്തിലാണ് കാണേണ്ടത്. ഏതെങ്കിലും പാവപ്പെട്ട മനുഷ്യർക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചാൽ അതിനൊരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് മഹാപരാധമാണോ? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരൊന്നും ക്ലീൻ അല്ല എന്ന് ബോധ്യമാകുമ്പോൾ അത് വേണ്ടിയിരുന്നില്ല. ക്ലീൻ അല്ല എന്നുണ്ടെങ്കിൽ ക്ലീൻ ആകാത്ത കാര്യത്തിന് അവരെ ശിക്ഷിക്കണം. അത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പൊ തോന്നില്ലേ മന്ത്രിക്ക്? ഇങ്ങനെയൊക്കെ വന്നപ്പോ എന്തിനാണ് അവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ആദ്യം താങ്കളുമായിട്ട് ഒരു കിറ്റിന്റെ കാര്യത്തിൽ ഒരു ഏർപ്പാടുണ്ടാക്കുക, അത് കഴിഞ്ഞതിന് ശേഷം പതുക്കെ ഖുർആന്റെ കാര്യത്തിൽ വരിക. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇവരുമായിട്ട് അടുത്ത ബന്ധമുണ്ട്. കാരണം ഷാർജ സുൽത്താൻ കേരളം സന്ദർശിച്ച ഘട്ടത്തിൽ 7 ദിവസം ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു മിനിസ്റ്റർ ഇൻ വെയിറ്റിംഗ്. കോൺസുൽ ജനറൽ ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് എനിക്ക് നല്ല സൗഹൃദമാണ്. അദ്ദേഹം ഇടക്കിടക്ക് മെസ്സേജുകൾ ചെയ്യും, ക്ഷേമാന്വേഷണങ്ങൾ നടത്തും. ഞാനും അതുപോലെ തന്നെ അങ്ങോട്ട് ക്ഷേമാന്വേഷണങ്ങൾ തിരക്കും. അതൊക്കെ മാനുഷികമായിട്ട് നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് ഈ സൗഹൃദം. ആ സൗഹൃദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഷം നോമ്പും ചെറിയ പെരുന്നാളുമൊക്കെ ലോക്ക്ഡൗണിൻ്റെ സമയത്തായിരുന്നു. ആ ഘട്ടത്തിൽ അവർക്ക് ഇതൊന്നും വിതരണം ചെയ്യാൻ പറ്റിയില്ല. അത്തരമൊരു സന്ദർഭത്തിലാണ്, അത് കഴിഞ്ഞതിന് ശേഷം ലോക്ക്ഡൗണൊക്കെ ഇളവുകൾ പ്രഖ്യാപിച്ച സന്ദർഭത്തിൽ അദ്ദേഹം എന്നോട് ചോദിക്കുന്നത് വാട്സപ്പ് മെസ്സേജിലൂടെ, വി ഹാവ് ഖുറാൻ ബോക്സസ് ആൻഡ് ഫുഡ് ബോക്സസ്, ഡു യു ഹാവ് സ്പെസിഫിക് പ്ലേസ്? അതിനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതല്ലാതെ അവരിൽ നിന്ന് 1 രൂപയെങ്കിലും ഞാൻ പറ്റുകയോ
അല്ലെങ്കിൽ ഞാൻ മുഖേന ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മിനിസ്റ്റർ, ഇതിനകത്ത് നമ്മൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കണ്ടത്, അവർക്ക് ഓരോ ഡെസ്റ്റിനേഷനിൽ ഓരോ ആൾ വേണം. ഇപ്പോൾ ശിവശങ്കറിനെ അവർ പല കാര്യങ്ങൾക്കും ഉപയോഗിച്ചു എന്നുള്ളത് ആ നിലയിൽ നമുക്ക് കാണാം. എന്നെ ഏതായാലും അതിനൊന്നും ഉപയോഗിച്ചിട്ടില്ല. മുഖ്യമന്ത്രിയുടെ വലങ്കയ്യായ ആളെ ഉപയോഗിക്കുന്നു. സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ആളെ അവിടെ അപ്പോയിന്റ് ചെയ്യുന്നു. അതിനാണല്ലോ ശിവശങ്കർ പുറത്തായിരിക്കുന്നത്. അങ്ങനെ ഓരോയിടത്തും ഓരോ കണ്ണിയുണ്ട്. ഒരു മന്ത്രിയെയും അവർക്ക് വേണമായിരുന്നു. എന്നെ ഈ കാലത്തിനിടക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാര്യത്തിന് അത് മന്ത്രിക്ക് തോന്നുന്നതാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഖുറാൻ ബോക്സ് അവിടേക്ക് എത്തിക്കാൻ വേണ്ടി മന്ത്രിയെ പോലുള്ള ആളുടെ സഹായം കിട്ടുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമാണ്. നമുക്ക് അതിന് ഭാവിയിൽ എന്താണ് നടക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും അറിയില്ലല്ലോ. അതറിയാനുള്ള ശേഷിയും എനിക്കില്ല. ഒരാളുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അയാൾ ഇനി മരണം വരെ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് നമ്മൾ ആരെങ്കിലും വേണ്ടേ? നമ്മൾ ഒരു കരുതൽ മന്ത്രി എന്നുള്ള നിങ്ങൾക്ക് എം വി നികേഷ് കുമാർ എന്ന് പറയുന്ന ഒരാൾക്കത് വേണം. പക്ഷേ മന്ത്രി എന്നുള്ള നിലയിൽ നിങ്ങൾ എനിക്ക് സംശയിക്കേണ്ട കാര്യമുണ്ടോ? വേണമല്ലോ. എന്റെ മുന്നിൽ മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ എന്റെ മുന്നിൽ വരുന്ന ഒരാളുടെ സുതാര്യത പരിശോധിക്കുക എന്നുള്ളത് താങ്കളെ സംബന്ധിച്ചുള്ള നിർബന്ധമാണ്. അന്ന് താങ്കൾക്ക് അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പിൽക്കാലത്ത് അത് തെളിഞ്ഞപ്പോഴും താങ്കൾ ഇവരെ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോഴാണ്. ഞാൻ വെള്ളപൂശാനൊന്നും ശ്രമിക്കുന്നില്ല. കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും, വെള്ളം കുടിക്കണം, വെള്ളം കുടിച്ചേ പറ്റൂ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കാര്യം അസന്നിഗ്ധമായി പറഞ്ഞില്ലേ? ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും. എൻ്റെ ഈ നിർഭയത്തിൻ്റെ കാരണം എന്താണ്? മാധ്യമപ്രവർത്തകരെ സാധാരണ രീതിയിൽ ആരും അങ്ങനെ വെല്ലുവിളിക്കാൻ തയ്യാറാവില്ല. താങ്കൾ വെല്ലുവിളിച്ചു? അല്ല, തയ്യാറാവാറില്ലല്ലോ. പക്ഷേ മാധ്യമപ്രവർത്തകരോട് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കാനുണ്ടായ കാരണം ഈ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ ഒളിച്ചു വെക്കാനൊന്നുമില്ല എന്ന് എനിക്കുള്ളത് കൊണ്ടാണ്. ഒളിച്ചു വെക്കാനില്ലാത്ത മന്ത്രി എന്തിനാണ് തലയിൽ മുണ്ടിട്ട് പോകുന്നത്? തലയിൽ മുണ്ടിട്ട് NIA ഓഫീസിലേക്ക് ഞാൻ പോയത് തലയിൽ മുണ്ടിട്ടിട്ടാണ്. തലയിൽ മുണ്ടിട്ടുന്ന ടേമാണ്. നമ്മൾ പണ്ട് കള്ളുഷാപ്പിൽ പോകുന്ന പോലെ അല്ല തലയിൽ മുണ്ടിട്ട്. ഇപ്പോ ആരെയും അറിയിക്കാതെ പോകുന്നതിനെയാണ് രമേശ് ചെന്നിത്തല. അതൊക്കെ ഓരോരുത്തരുടെയും സാമർഥ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മാധ്യമപ്രവർത്തകൻ അവിടെ ഉണ്ടായിരുന്നല്ലോ. എല്ലാ മാധ്യമപ്രവർത്തകർക്കും അവിടെ വരാമായിരുന്നല്ലോ. മതിയല്ലോ ഒരു മാധ്യമപ്രവർത്തകൻ. ഗുണം ഞാനതിൽ ഒരു ആശങ്കാകുലനും അല്ല. നിങ്ങൾ നിങ്ങളുടെ ജോലി എടുക്കണം. ആ മാധ്യമപ്രവർത്തകൻ മിനിസ്റ്റർ എന്ന് വിളിച്ചപ്പോൾ താങ്കൾ ഒന്ന് പേടിച്ചു പോയി, ഒന്ന് പരിഭ്രമിച്ചു? ഒരിക്കലും ഞാൻ പരിഭ്രമിച്ചിട്ടില്ല. എനിക്ക് അയാളെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. എന്റെ കളവ് പൊട്ടിയല്ലോ. ഞാനത് അവനെ കണ്ടപ്പോ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ മന്ത്രിസ്ഥാനം അത്ര പ്രിയപ്പെട്ടതാണോ? എന്തിനാണ് ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിരിക്കുന്നത്? ഒരു സംശയത്തിന്റെ നിഴലിലാണ് എന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറയുമ്പോൾ എന്നാ എനിക്ക് വേണ്ട. എനിക്ക് ഈ മന്ത്രിസ്ഥാനം കിട്ടിയത് ഞാൻ ഒരുപാട് ലോബിയിങ് നടത്തിയിട്ടൊന്നുമല്ല. ഞാൻ ഒരാളോട് പോലും പോയി പറഞ്ഞിട്ടില്ല റെക്കമെൻഡേഷൻ എന്നെ മന്ത്രിയാക്കണം, നിങ്ങൾ ഇന്ന ആളുകളോട് പോയി പറയണം. ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു ദിവസം വൈകുന്നേരം AKG സെന്ററിൽ നിന്ന് വിളി വന്നു, രാവിലെ ഇവിടെ എത്തണം എന്ന് പറഞ്ഞിട്ട്. അപ്പോഴും എനിക്ക് അറിയില്ല എന്തിനാണ് അത് പറഞ്ഞത് എന്ന്. രാവിലെ ഞാനിവിടെ എത്തി, എന്നെ AKG സെന്ററിലേക്ക് വിളിച്ചു. എന്നിട്ടാണ് അവിടുന്ന് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ കിട്ടിയിട്ടുള്ള മന്ത്രിസ്ഥാനാണ്, അല്ലാതെ ആരുടെയെങ്കിലും ഓശാരത്തിലോ അല്ലെങ്കിൽ ലോബിയിങ്ങിലോ കിട്ടിയിട്ടുള്ളതല്ല. പാർട്ടി നമ്മളിൽ വിശ്വാസം അർപ്പിച്ച് പാണക്കാട് ഹൈദരലി തങ്ങൾ നെഞ്ചിൽ കൈവച്ച് പറഞ്ഞാൽ മന്ത്രിസ്ഥാനം രാജിവെക്കാമെന്ന് താങ്കൾ ഇപ്പോൾ പറയുന്നത്. നേരത്തെ ഇതേ പാണക്കാട് തങ്ങൾ ചീട്ട് തന്നതുകൊണ്ടല്ല എനിക്ക് മന്ത്രിസ്ഥാനം കിട്ടിയതെന്ന് പറഞ്ഞ ആളും കൂടിയാണ്. ഞാൻ എന്താ പറഞ്ഞത്? നിങ്ങൾ ആ വാക്ക് ശ്രദ്ധിച്ചോ? ഇതാണ് മാധ്യമപ്രവർത്തകരുടെ പ്രശ്നം. ഞാൻ എന്തായിരുന്നു പറഞ്ഞത്? ഇങ്ങനെ ഒരു ആരോപണത്തിൽ ഞാൻ പങ്കാളിയാണ് എന്ന് മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗും പറഞ്ഞപ്പോൾ പാണക്കാട് തങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത്? തങ്ങളെ, ഞാൻ യൂത്ത് ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. യൂത്ത് ലീഗിൽ നിരവധി വർഷം ഞാൻ പ്രവർത്തിച്ചിരുന്നു. ആ സമയത്ത് ഞാൻ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക കുറ്റം, ആളുകളിൽ നിന്ന് പണം പിരിവ് നടത്തുകയോ എന്നിട്ട് അത് എൻ്റെ സ്വന്തം കാര്യത്തിന് ഉപയോഗിച്ചു എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആളുകളെ വഞ്ചിക്കുകയോ ചതിക്കുകയോ പറ്റിക്കുകയോ ബിസിനസ്സിലേക്ക് എന്ന് പറഞ്ഞ് ഷെയർ വിരിക്കുകയോ എന്നിട്ട് ബിസിനസ് നഷ്ടമായി എന്ന് പറഞ്ഞ് അങ്ങനെ എന്തെങ്കിലും ഒരു പരാതി, ഒരു സാമ്പത്തിക ക്രമക്കേടിൻ്റെ പരാതി എന്നെക്കുറിച്ച്
ഞാൻ യൂത്ത് ലീഗിലുണ്ടായിരുന്ന കാലത്ത് അങ്ങേക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ തൊട്ട് അങ്ങ് സത്യം ചെയ്താൽ അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കും എന്നാണ് പറഞ്ഞത്. ഹൈദരലി ശിഹാബ് തങ്ങളോട് അങ്ങനെ പറയാൻ കാരണം എന്താ? ഹൈദരലി ശിഹാബ് തങ്ങൾ കേവലം ഒരു രാഷ്ട്രീയ നേതാവല്ല, അദ്ദേഹം ഒരു ആത്മീയ നേതാവ് കൂടിയാണ് എന്നാണ് മുസ്ലിം ലീഗ് കാലങ്ങളായിട്ട് പറഞ്ഞു വരുന്നത്. 1000-ലധികം പള്ളികളുടെ ഖാദിയായിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവുണ്ടോ? തൻ്റെ വീട്ടിൽ വെച്ച് ആത്മീയ ചികിത്സാ രീതി അവലംബിച്ച് വരുന്ന ആളുകൾക്ക് സമാശ്വാസം നൽകുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെയുണ്ടോ? അതുകൊണ്ടാണ് തങ്ങളോട് ഞാനത് പറഞ്ഞത്. സാധാരണ മുസ്ലിങ്ങൾക്കിടയിൽ, വിശ്വാസികൾക്കിടയിൽ വിശുദ്ധ ഖുർആൻ തൊട്ട് സത്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരു ടേമാണ്. എല്ലാത്തിലും കെ ടി ജലീൽ വർഗീയത കൊണ്ടുവരുന്നു. ഞാൻ വർഗീയത കൊണ്ടുവരില്ല. സക്കാത്തിന്റെ കാര്യം വന്നപ്പോൾ ഉടനെ താങ്കൾ ദീപാവലി, ക്രിസ്മസ്, മധുര പലഹാരങ്ങൾ, കേക്ക് എന്നൊക്കെ പറഞ്ഞ് അതിനകത്തൊരു വർഗീയ ചായ്വുണ്ടാക്കി. ഞാൻ വർഗീയ ചായ്വുണ്ടാക്കുകയല്ല. ഈ വിഷയത്തിൽ താങ്കൾ പ്രതിരോധത്തിലായപ്പോൾ താങ്കൾ ഖുർആന്റെ മറ പറ്റുന്നു. ഖുർആന്റെ മറ പറ്റേണ്ട യാതൊരു കാര്യവും എനിക്കില്ല. ഹൈദരലി ശിഹാബ് തങ്ങൾ പറയട്ടെ അങ്ങനെ ഉണ്ട് എന്ന്. നിങ്ങളുടെ നേതാവ് പിണറായി വിജയനല്ലേ, നിങ്ങൾ എന്തിനാണ് ഹൈദരലി തങ്ങളുടെ അടുത്തേക്ക് പോകുന്നത്? ഞാൻ പറയട്ടെ എന്നാണ് പറഞ്ഞത്. അങ്ങ് പറയുന്നത് ഞാൻ കേൾക്കും. സാധാരണ നമ്മൾ നാട്ടിൻപുറത്ത് പറയാറുള്ള ഒരു കാര്യമല്ലേ അത്. നിങ്ങൾ തെളിയിച്ചാൽ നിങ്ങൾ പറയുന്നത് ഞാൻ കേൾക്കും, അത്രേ പറഞ്ഞുള്ളൂ. ഞാൻ അതിനെയാണ് ഞാൻ രാജിവെക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു തലത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ഈ രാജി, ഈ ധാർമ്മികത എന്നൊന്നില്ലേ രാഷ്ട്രീയത്തിൽ? എന്താണ് ധാർമ്മികത? നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ തെറ്റിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ഒരു മുടിനാരിഴയെങ്കിലും നമുക്കൊരു കാര്യത്തിൽ പങ്കാളിത്തമുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് ശരിയാണ്. അതല്ലാതെ രാഷ്ട്രീയ ദുർലാക്കോടെ ഒരാളെ അപമാനിക്കാൻ വേണ്ടി, അപമതിക്കാൻ വേണ്ടി ആരെങ്കിലും ഒരു സംഘം ആളുകൾ ചേർന്ന് എന്തെങ്കിലും പറയുമ്പോഴേക്ക് രാജിവെക്കുകയും, അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഏത് മന്ത്രിമാർക്കാണ് സ്ഥാനത്ത് തുടരാൻ വേണ്ടി പറ്റുക? പക്ഷേ ഈ സന്ദേശമല്ല CPIM നൽകുന്നത്. MV ഗോവിന്ദൻ മാസ്റ്റർ, സെക്രട്ടേറിയറ്റ് അംഗം, പറയുന്നത് പ്രതി ആയാലും രാജിവെക്കണ്ട, എന്ത് രാജി, ഏത് രാജി എന്നൊക്കെയാണ്. അങ്ങനെയല്ല നിങ്ങൾ പറയുന്നത്. എൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു മനസാക്ഷി ഉണ്ടല്ലോ. ഇതിലെനിക്ക് ഒരംശം പങ്കുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും പറയാതെ തന്നെ അത് സംഭവിക്കും. പക്ഷേ എനിക്കൊരു തരത്തിലുള്ള പങ്കാളിത്തമോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗഭാക്കാവലോ ഇക്കാര്യത്തിൽ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കണിശമായി പറയുന്നത്. താങ്കളുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഒരു രീതിയിൽ നടന്നത് നമ്മുടെ എല്ലാം മുമ്പിൽ തെളിവുകളായി ഉണ്ട്. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞു 20 തവണ സ്വർണം കള്ളക്കടത്തി എന്നാണ്. പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞില്ലേ, സ്വർണ്ണക്കള്ളക്കടത്തിൽ ജലീലിന് പങ്കുണ്ട് എന്നല്ല ഞങ്ങൾ മെയിൻ കേസ്. 20 തവണയായി കൊണ്ടുവന്ന സ്വർണ്ണക്കള്ളക്കടത്തിൽ ജലീലിന് പങ്കുണ്ട് എന്നല്ല ഞങ്ങൾ പറഞ്ഞത്. അടുത്ത വാചകം, എന്നാൽ ഖുർആൻ കൊണ്ടുവന്നതിന്റെ മറവിൽ സ്വർണം കടത്തിയോ എന്ന സംശയമുണ്ട്. അത് അന്വേഷിക്കട്ടെ. അന്വേഷിക്കുന്നതിന് മുൻപ് ഒരാൾ രാജിവെക്കാൻ നിന്നാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, എതിർചേരിയിലുള്ളവർ, അവര് അപവാദങ്ങൾ പ്രചരിപ്പിക്കും. ആ സമയത്ത് നമ്മൾ രാജിവെക്കുകയാണോ വേണ്ടത്? 3 അന്വേഷണ ഏജൻസികളല്ലേ അന്വേഷിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ നിയന്ത്രണത്തിലുള്ള അന്വേഷണ ഏജൻസികളാണോ അത്? അല്ലല്ലോ. അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. കണ്ടെത്തി ശിക്ഷിക്കപ്പെട്ടാലേ രാജിവെക്കൂ എന്നാണോ? എപ്പോൾ രാജിവെക്കും ശ്രീ കെ ടി ജലീൽ? താങ്കളൊന്ന് പറഞ്ഞു. ധാർമ്മികമായി എനിക്ക് ഇപ്പൊ അറിയണോ അതിന്റെ കണക്ക്? ഞാൻ ഒരു കാര്യം പറയാം. എനിക്കിതിൽ പങ്കാളിത്തമുണ്ട് എന്ന് ലോകത്തൊരു ഏജൻസിക്കും കണ്ടെത്താൻ സാധിക്കില്ല. കാരണം ഇല്ലാത്തൊരു കാര്യം എങ്ങനെയാണ്? സമ്മതിച്ചു. അടുത്ത ഘട്ടം പറയൂ, അടുത്ത വാചകം പറയൂ. പിന്നെ അതിന്റെ താങ്കളുടെ പേര് ഏതെങ്കിലും ഒരു റിപ്പോർട്ടിൽ വന്നാൽ താങ്കൾ രാജിവെക്കും? എന്ത് റിപ്പോർട്ടിൽ വരാൻ? ചോദിക്കട്ടെ, എന്ത് റിപ്പോർട്ടിൽ വരാൻ? നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കൂ, ഇതിനകത്ത് ഇപ്പോ NIA അന്വേഷിക്കുന്നു, കസ്റ്റംസ് അന്വേഷിക്കുന്നു, എൻഫോഴ്സ്മെന്റ് അന്വേഷിക്കുന്നു. NIA-യുടെയും കസ്റ്റംസിലും ഇല്ലാത്ത റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് അന്വേഷണത്തിൽ നമ്മൾ ശിവശങ്കറിനെ കുറിച്ചും സ്വപ്നയും കണ്ടു. എന്തൊക്കെയാണ്? അധികാരത്തിന്റെ ഇടനാഴിയിൽ സ്വാധീനം, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വാധീനം, മുഖ്യമന്ത്രിയുമായി സാധാരണ പരിചയം, ഇതൊക്കെ നമ്മൾ എൻഫോഴ്സ്മെന്റ് റിപ്പോർട്ടിലാണ് കണ്ടത്. അതുകൊണ്ട് ഇപ്പൊ ധാർമ്മികതയിൽ ഞാനിപ്പോ രാജിവെക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ശരി, ഇനി നിയമപരമായി ഒരു അന്വേഷണ ഏജൻസിയുടെ വസ്തുതാ വിവരണത്തിൽ താങ്കളുടെ പേരുണ്ടെങ്കിൽ രാജിവെക്കുമോ ഇല്ലേ? അങ്ങനെ ഒരു പേരുണ്ടാവാനുള്ള ഒരു സാധ്യതയുമില്ല. ഏതൊരാൾക്കും പറയാവുന്ന കാര്യമാണ്. ഉണ്ടെങ്കിൽ ഇല്ല, ഉണ്ടാവില്ല. ഇല്ലാത്തത് എങ്ങനെയാണ് ഉണ്ടാവുക എന്ന് നമ്മൾ സങ്കല്പിക്കുക? ഉണ്ടെങ്കിൽ രാജിവെക്കോ ഇല്ലയോ? ഇല്ലാത്തത് എങ്ങനെ ഉണ്ടാവും?
ശരി, അതിൽ മറുപടിയില്ല. മുസ്ലിം ലീഗ് BJP-യുമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കാൻ ജലീൽ എന്ന പ്രതിഭാസത്തെ സൃഷ്ടിക്കുന്നു എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. മുസ്ലിം ലീഗും BJP-യും ഒക്കെ സഖ്യം ചെയ്യാൻ വേണ്ടി ജലീൽ വേണോ? ജലീൽ അത്ര വലിയ ആളാണോ? ലീഗും BJP-യും തമ്മിലുള്ള സഖ്യം നേരത്തെ തുടങ്ങിയിട്ടുള്ളതാണല്ലോ. വടകരയിലും ബേപ്പൂരിലും ഒക്കെ നമ്മളത് കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ മുസ്ലിം ലീഗും BJP-യും തമ്മിൽ ഒരു നെക്സസ് ഉയർന്നു വരുന്നുണ്ട്. പല കാരണങ്ങളും അതിനുണ്ട്. മാറാട് കേസ് നമുക്കറിയാം. 9ഓളം ആളുകൾ വർഗീയമായി ചേരിതിരിഞ്ഞ് ആളുകൾ കൊള്ളയും കൊലയും നടത്തിയതിൻ്റെ പശ്ചാത്തലത്തിൽ ജീവൻ നഷ്ടപ്പെട്ട സാഹചര്യം. നിരവധി വീടുകൾ ആക്രമിക്കപ്പെട്ടു. ആളുകൾ അവിടെ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. അങ്ങനെയുള്ള ഒരു കലാപത്തെ സംബന്ധിച്ച് അന്ന് തന്നെ ആക്ഷേപമുയർന്നിരുന്നു. അതിൽ ചില ആളുകൾക്ക് പങ്കുണ്ട്, ചില നേതാക്കന്മാർക്ക് പങ്കുണ്ട്. അത് CBIക്ക് വിടാതിരിക്കാൻ വേണ്ടി UDF സർക്കാർ അവസാന ശ്വാസം വരെയും പരിശ്രമിച്ചു. അത് CBIക്ക് വിടാൻ ഈ സർക്കാർ തീരുമാനിച്ചു. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിക്കാൻ പോവുകയാണ്. ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ആ ആരംഭിക്കാത്തത് പോലും എന്തുകൊണ്ടാണ് എന്നുള്ളത് കണ്ടെത്തപ്പെടേണ്ടതാണ്. വൈസ് പ്രസിഡന്റിന്റെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ അംഗം ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാതിരുന്നത്? ഫ്ലൈറ്റ് വൈകി എന്നാണല്ലോ പറഞ്ഞത്. രണ്ടുപേര്, കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞിട്ടാവണം, വേറൊരു MP-യും കൂടി അതിൽപ്പെട്ടിരുന്നു. അതിനുശേഷം മുത്തലാഖ് ബില്ല് വന്നു. ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജീവൽ മരണ പ്രശ്നമായിരുന്നു അത്. ആ സമയത്ത് ആ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യാൻ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവിടെ ഉണ്ടായിരുന്നോ? എന്തൊക്കെയോ ചിലത് ചീഞ്ഞു നാറുന്നുണ്ട്. BJP മുസ്ലിം ലീഗിനെ വിലക്കെടുത്തു എന്നുള്ള ആക്ഷേപം ലീഗിലെ വലിയൊരു വിഭാഗത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. BJP-യും ലീഗും തമ്മിൽ ഒരു അവിഹിത ബാന്ധവം വളർന്നു വരുന്നുണ്ട്. ലീഗിനെ അടിച്ചിരുത്താനുള്ള എന്തോ ഒന്ന് BJP-യുടെ കയ്യിലുണ്ട്. നമുക്ക് മുസ്ലിം ലീഗിനെ കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ പറഞ്ഞാലും ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ അവരെ സംശയിക്കുന്നത് നീതീകരിക്കാനാകും. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുരളീധരന്റെ രാജി ആവശ്യപ്പെടാത്തത്? മുരളീധരൻ പറഞ്ഞില്ലേ, ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല അത്. അനിൽ നമ്പ്യാർ പറഞ്ഞില്ലേ സ്വപ്നയോട്, ഡിപ്ലോമാറ്റിക് ബാഗേജ് അല്ല എന്ന് എഴുതി കൊടുത്താൽ മതിയെന്ന്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗ് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? BJP-യെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ? RSS-നെ പഴിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ ഭായി എന്നുള്ള നിലയിലല്ലേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ പാർലമെന്റിൽ PK കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുള്ള പ്രസംഗങ്ങൾ നിങ്ങളൊന്ന് എടുത്തു നോക്ക്. BJP-ക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കുമെതിരായി അദ്ദേഹം എത്ര ഹാർഷായിട്ട് സംസാരിച്ചില്ല എന്നുള്ളത് അതിൽ നിന്ന് വ്യക്തമാകും. അദ്ദേഹം വളരെ മൃദുവായി. അത് നമ്മൾ മലയാളികൾക്ക് പാർലമെന്റിൽ പോയാലുള്ള ഒരു പെർഫോമൻസിനൊരു റേറ്റിംഗ് ഉണ്ടല്ലോ, അത് വളരെ കുറവ്. അങ്ങനെയൊന്നുമല്ല. ഇബ്രാഹിം സുലൈമാൻ സേട്ടും ഒക്കെ സമയത്ത് പാർലമെന്റ് എഴുതി വായിക്കാം. പല MP-മാരും എഴുതിയിട്ടാണല്ലോ വായിക്കാറ്. നമ്മളുടെ വികാരങ്ങൾ അവർ പ്രകടിപ്പിക്കാം, പേഴ്സണലായിട്ടുള്ള അവരുടെ പെർഫോമൻസ്. PK കുഞ്ഞാലിക്കുട്ടിക്ക് മുസ്ലിം ലീഗിന് താങ്കളോട് പകയുണ്ട് എന്നുള്ള നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ CPM അവതരിപ്പിക്കുന്നത്. 2005-ൽ താങ്കൾ പാർട്ടി വിട്ടു, 2006-ൽ താങ്കൾ കുഞ്ഞാലിക്കുട്ടിയെ കുറ്റിപ്പുറത്ത് തോൽപ്പിക്കുന്നു. ആ പക ഇപ്പോഴും വെച്ച് പുലർത്തുകയാണെന്നുള്ള കഥയാണ് അടിക്കുന്നത് CPM. അത് കഥ അടിക്കല്ല, അത് യാഥാർത്ഥ്യമാണ്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം 2006-ൽ കുറ്റിപ്പുറത്ത് PK കുഞ്ഞാലിക്കുട്ടിയെ ഞാൻ തോൽപ്പിച്ചു എന്നുള്ളത് ലീഗ് ഉള്ളിടത്തോളം കാലം മറക്കാൻ കഴിയില്ല. കാരണം ആ നിയോജക മണ്ഡലം മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്നു. കസ്തൂരി മാമ്പഴമായിരുന്നു മലപ്പുറം ജില്ലയിലെ ഓരോ സീറ്റും ലീഗിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് അവർ തന്നെ വിശേഷിപ്പിച്ച കൊട്ടക്കൈലോളം പോകുന്ന ഒരു ചെക്കൻ, ഒരു കാക്ക കൊത്തിക്കൊണ്ടുപോയത്. അഖിലേന്ത്യാ ലീഗ് എന്ന് പറയുന്ന പാർട്ടി ഉണ്ടായി. MK ഹാജി, മൊയ്തീൻകുട്ടി എന്ന ബാവഹാജി, സയ്യിദ് ഉമർ ബാഫക്കി തങ്ങൾ, ചെറിയ മമ്മൂക്കേയി, ET മുഹമ്മദ് ബഷീർ ഉൾപ്പെടെയുള്ള ആളുകൾ, അവരെല്ലാം ഉണ്ടായിരുന്ന കാലത്ത് അഖിലേന്ത്യാ ലീഗിന് മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റിയിട്ടില്ല. അന്നും മുസ്ലിം ലീഗ് അവരുടെ കോട്ട ഭദ്രമായി കാത്തു സൂക്ഷിച്ചു. കസ്തൂരി മാമ്പഴമായി അവർ കരുതിയിരുന്ന
മലപ്പുറം ജില്ലയിലെ സീറ്റുകൾ അവർ കോട്ട കെട്ടി പ്രതിരോധിച്ചു. അവിടെയാണ് ലീഗ് വിട്ടുപോയ ഒരു സാധാരണക്കാരനായ ആൾ ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടി, ജനങ്ങളുടെ പിന്തുണയോടുകൂടി ലീഗിന്റെ ഒരു സീറ്റ് പറിച്ചെടുത്ത് കൊണ്ടുപോകുന്നത്, ഇത് ലീഗ് ഉള്ളിടത്തോളം ലീഗിന് മറക്കാൻ കഴിയില്ല. സാധാരണ മലപ്പുറത്ത് ഒരു കാര്യം പറയാറുണ്ട്, മലപ്പുറത്ത് ലീഗിൽ നിന്ന് പോയാൽ പോയോന് പോയി എന്ന്. പക്ഷെ ഇപ്പോ അത് മാറി. മലപ്പുറത്തായാലും ലീഗിൽ നിന്ന് പോയാൽ പോയോൻ രക്ഷപ്പെട്ടു എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ മാറിയത്. അതൊരു വലിയ മാറ്റമാണ്. അത് CPIM ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. അതിപ്പോൾ താങ്കളുടെ മാത്രം കാര്യത്തിലല്ല, മലപ്പുറത്ത് കൂടുതൽ സീറ്റുകൾ പിടിച്ചെടുത്തത് ലീഗിൽ നിന്ന് ചേക്കേറുന്നവരെയാണ്. അതുകൊണ്ടാണോ EP ജയരാജനും ശശീന്ദ്രനും തോമസ് ചാണ്ടിക്കും ഒന്നും കൊടുക്കാത്ത ഒരു ഇളവ് പിണറായി വിജയൻ ഒരു കാര്യം ഞാൻ നൽകുന്നത്? നികേഷിനോട് പറയാം, സത്യം നമ്മളുടെ ഭാഗത്തുണ്ടെങ്കിൽ, ശരി നമ്മളുടെ ഭാഗത്തുണ്ട്, EP ജയരാജനും ശശീന്ദ്രനും, ഞാൻ പറയട്ടെ, തോമസ് ചാണ്ടിക്കും സത്യം നമ്മളുടെ ഭാഗത്തുണ്ടെങ്കിൽ, ശരി നമ്മളുടെ ഭാഗത്തുണ്ടെങ്കിൽ, ഒരു മനുഷ്യന് നിൽക്കാൻ ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമാണ്. ജീവൻ കൊടുത്തും സഖാക്കൾ നമ്മളെ സംരക്ഷിക്കും. തല പോയാലും അവര് നമ്മളെ ഉപേക്ഷിക്കില്ല. ഇമേജുകളുടെ തടവുകാരല്ല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. അടുത്ത തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടുമെന്ന് നോക്കിയിട്ടല്ല, ഏത് മതക്കാരനായാലും സമുദായക്കാരനായാലും ജാതിക്കാരനായാലും അവർ കാര്യങ്ങളെ നിരീക്ഷിക്കുന്നത്. ശരി നമ്മളുടെ ഭാഗത്തുണ്ടോ? സധൈര്യം നമുക്ക് കമ്മ്യൂണിസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നിൽക്കാം. അവസാനത്തെ സഖാവും മരിച്ചു വീഴുന്നത് വരെ നമ്മൾ സംരക്ഷിക്കപ്പെടും. കോൺഗ്രസിൽ അത് പറ്റുമോ? ലീഗിൽ അത് പറ്റുമോ? ഒരു ഘട്ടം വരെ അവർ സത്യത്തിൻ്റെ കൂടെ നിൽക്കും. പിന്നെ അവരെന്താ പറയുക? വ്യക്തിപരമായിട്ടുള്ള ഇമേജ്, പാർട്ടിയുടെ ഇമേജ്, അതൊക്കെയായിരിക്കും അവർക്ക് പ്രശ്നം. സത്യവും ശരിയും ന്യായവും ആവില്ല. ഇതൊരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രമല്ല, സമുദായങ്ങളുടെ കാര്യത്തിൽ, ജനവിഭാഗങ്ങളുടെ കാര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവലംബിക്കുന്ന ഒരു രീതിയാണ്. അതിനെ പ്രശംസിച്ചേ പറ്റൂ. ഈ FB പോസ്റ്റിൽ ജന്മഭൂമിയിലെ ലേഖനം, അതിൽ മാദനിയുമായി താങ്കളെ താരതമ്യം ചെയ്യുന്നുണ്ട്. ജലീൽ, ജയിലിന് പുറത്തെ മാദനി എന്നാണ് അതിൻ്റെ ഹെഡിങ്. താങ്കൾ പറയുന്നത് എങ്ങോട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നറിയാൻ സംഘപരിവാറിന്റെ മുഖപത്രമായ ജന്മഭൂമിയിൽ ഇന്ന് വന്ന ലേഖനമാണ് ഇമേജായി കൊടുത്തിരിക്കുന്നത്. കാര്യങ്ങളെ എവിടെ കൊണ്ടുപോയി കെട്ടാനാണ് ഫാഷിസ്റ്റുകൾ ശ്രമിക്കുന്നത് എന്നതിന് ഇതിൽ പരം തെളിവ് വേറെ വേണോ എന്ന് വെച്ചാൽ, ജന്മഭൂമിയിലുള്ള ഒരു ലേഖനം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു മാത്രം. എവിടെയാണ് കൊണ്ട് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് അത്? നിങ്ങൾക്ക് ആ ലേഖനം വായിച്ചാൽ മനസ്സിലാവും. BJPയും RSSും ചെയ്യുന്നതിന് ലീഗും കോൺഗ്രസും ചൂട്ടുപിടിക്കുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണ്ണക്കടത്ത് എന്നുള്ള രീതിയിലല്ലേ BJP ഇപ്പോൾ പ്രക്ഷോഭരംഗത്തുള്ളത്? BJPക്കാർ വിളിക്കുന്ന മുദ്രാവാക്യങ്ങൾ, BJPക്കാരുടെ ആക്രോശങ്ങൾ, BJPക്കാരുടെ ശരീരഭാഷ, ഇതൊക്കെ ഈ സമരത്തിന് എന്ത് നിറമാണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു, അല്ലെങ്കിൽ വ്യക്തമാക്കി കഴിഞ്ഞു. അതല്ല എന്ന് പ്രൂവ് ചെയ്യേണ്ട ആളല്ലേ ഈ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും അന്വേഷിക്കട്ടെ. BJPയുടെ നിയന്ത്രണത്തിലുള്ള സർക്കാരിന്റെ ഏജൻസികളല്ലേ അന്വേഷിക്കുന്നത്. ഇതിലൊന്നും പങ്കില്ലെങ്കിലും അവസാനം അവർക്ക് പിടിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ സ്വത്ത് വിവരങ്ങളാണ്. നമ്മൾ അനധികൃതമായിട്ട് സമ്പാദിച്ചിട്ടുണ്ടാകുമോ? നികുതി അടച്ചിട്ടുണ്ടാവില്ലേ? അതും അന്വേഷിക്കട്ടെ അവര്. എനിക്കിക്കാര്യത്തിൽ ഒരു ഭയവുമില്ല, ഒരു ഭയവും. ഈ മതന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഖുർആൻ വിതരണത്തിൽ താങ്കൾ സഹായിച്ചു എന്നുള്ളതാണല്ലോ. ഈ എല്ലാ ന്യൂനപക്ഷങ്ങളുടെയും മന്ത്രിയാണോ ഡോക്ടർ KT ജലീൽ താങ്കൾ? നമുക്ക് 26% മുസ്ലിങ്ങൾ, 18% ക്രിസ്ത്യാനികൾ. ഈ അതിൽ 80-20 എന്ന അനുപാതത്തിലാണ് അതിൻ്റെ വിഭവ വിഹിതം തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ക്രിസ്ത്യൻ മിഷണറിമാർ തന്നെ ആക്ഷേപം ഉന്നയിക്കുന്നു. ഈ വിവേചനം എന്തുകൊണ്ട് സംഭവിക്കുന്നു? എന്തുകൊണ്ട് ഈ വിവേചനമാണ് എന്ന് പറയുന്ന മത നേതാക്കളെ താങ്കൾ വിളിച്ച് സംസാരിക്കുന്നില്ല? ഈ ഗവൺമെന്റ് വരുത്തിയിട്ടുള്ളതല്ല അത്. ഞങ്ങൾ കുറച്ചും കൂടിയും ശതമാനം കൂട്ടുകയാണ് ചെയ്തത്.
കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് അതുപോലും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ കാരണമുണ്ട്. സച്ചാർ കമ്മിറ്റി ഒരു റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചതിൻ്റെ വെളിച്ചത്തിലാണ് കേരളത്തിലെ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി ചില പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. അങ്ങനെയാണ് സ്ഥാപനങ്ങൾ, ചില സംരംഭങ്ങൾ ഒക്കെ തുടങ്ങുന്നത്. മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് ഇന്ത്യയിലെ മറ്റു എല്ലാ സ്ഥലങ്ങളിലും ചെയ്തത്. പക്ഷെ കേരളത്തിലത് മതന്യൂനപക്ഷങ്ങൾക്ക് മൊത്തമായിട്ട് ചെയ്യാനാണ് തീരുമാനിച്ചത് അന്നത്തെ ഇടതുപക്ഷ സർക്കാർ. മുസ്ലിം ന്യൂനപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടായിരുന്നല്ലോ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്. മറ്റൊരു മതജനവിഭാഗത്തിന്റെ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പിന്നീട് പാലോളി കമ്മിറ്റി റിപ്പോർട്ടും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. നോക്കൂ, ആ കാലഘട്ടത്തിൽ ഈ ന്യൂനപക്ഷ ഫണ്ട് എന്ന് പറയുന്നത്, ഈ വിദ്യാഭ്യാസ സഹായം, അതൊന്നും ഒരുപക്ഷെ ക്രിസ്ത്യൻ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടതില്ല എന്നുള്ള ഇപ്പോ വലിയ തോതിൽ വിഭവ സമാഹരണമുണ്ട്, വലിയ ഫണ്ടുണ്ട്. ക്രിസ്ത്യൻ മതവിഭാഗങ്ങളും മുസ്ലിം മതവിഭാഗവും തമ്മിലുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനത്തിൽ വലിയ വ്യത്യാസമില്ലാത്ത അവസ്ഥ വരുന്നു. അപ്പോൾ അവര് കാലങ്ങളായി, കഴിഞ്ഞ UDF ഗവൺമെന്റിന്റെ കാലത്തും ഇതേ സ്ഥിതി തന്നെയായിരുന്നു, കാലങ്ങളായി ഈ വിഷയത്തിൽ എന്നത് അവകാശപ്പെടുന്നു. കാലങ്ങളായി ഇപ്പോൾ കുറച്ചുകൂടി ബലപ്പെടുത്തി അവർ പറയുമ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ അവരെ വിളിച്ച് നിങ്ങളുടെ ഗ്രീവൻസസ് എന്താണെന്ന് അന്വേഷിക്കണ്ടേ സർ? നേരത്തെ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ നമുക്കൊരു പ്രശ്നം പരിഹരിക്കാം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ പിന്നോക്കാവസ്ഥ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ജനവിഭാഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് സ്പെഷ്യലായിട്ടുള്ള പാക്കേജുകൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത്. കേന്ദ്ര സർക്കാരും അങ്ങനെ തന്നെയാണ് പ്രഖ്യാപിച്ചത്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പദ്ധതികളും മുസ്ലിം ജനവിഭാഗത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു. കേരളത്തിൽ ഞങ്ങൾ, പക്ഷെ അത് നീതിയല്ല എന്നുള്ള കാര്യം നമുക്ക് അതിൻ്റെ ഒരു, ഞാൻ പറയട്ടെ ഇപ്പോൾ ക്രൈസ്തവ സമൂഹം വിദ്യാഭ്യാസ കാര്യത്തിൽ നല്ല മെച്ചപ്പെട്ട അവസ്ഥയിലാണുള്ളത്. ക്രൈസ്തവ സമുദായത്തിൻ്റെ സാമ്പത്തികമായിട്ട് നിങ്ങൾ പറയുന്നത് ശരിയാകും, പക്ഷേ വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് ക്രൈസ്തവ സമൂഹം പിന്നോക്കമല്ല. അതൊരു സത്യമാണല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അത് PSC കോച്ചിങ് സെൻ്ററുകളുണ്ട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൻ്റെ കീഴിൽ. ആ PSC കോച്ചിങ് സെൻ്ററുകളിൽ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രവേശനമുണ്ട്, മുസ്ലിങ്ങളല്ലാത്ത മതന്യൂനപക്ഷങ്ങളായിട്ടുള്ളവർക്കും പ്രവേശനമുണ്ട്. ഇതാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ കീഴിൽ നോക്കൂ, ഇത് പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി എന്ന് പറയുന്നത്. രാഷ്ട്രീയമായി പോലും ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്ന് താങ്കളിലെ രാഷ്ട്രീയക്കാരൻ മനസ്സിലാക്കുന്നുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒന്ന്, UDF വന്നാലും LDF വന്നാലും ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമാണ്, ഞങ്ങൾക്ക് പെണ്ണിൽ അണിനിരന്നാൽ യഥാർത്ഥ ന്യൂനപക്ഷമായി നിങ്ങളെ പരിഗണിച്ചോളാം എന്ന് വേറൊരു വിഭാഗം പറയുന്നു. ആ കാര്യത്തിൽ ക്രൈസ്തവ സമുദായത്തിനും മറ്റു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമുള്ള പ്രയാസം, അവരുടെ ആശങ്ക തീർച്ചയായിട്ടും പരിഹരിക്കും. ഈ ഗവൺമെന്റിന്റെ കാലാവധി പൂർത്തിയാക്കപ്പെടുന്നതിന് മുൻപ് അതിന് പരിഹാരം കണ്ടിരിക്കും, നോ ഡൗട്ട്. ഡോക്ടർ KT ജലീൽ, വളരെ നന്ദി. ഒരു തത്സമയ അഭിമുഖത്തിന് തയ്യാറായി. എനിക്കും ഒരു കൊടുക്കൂ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ചിലത് കട്ട് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കും. ഇപ്പൊ അങ്ങനെയാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞൊരു അറബി വാചകമുണ്ട്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ നോ ഗോഡ് എന്നാണ്, എക്സെപ്റ്റ് വൺ ഗോഡ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ലാ ഇലാഹ എന്ന് പറയുന്നത് വെച്ച് കട്ട് ചെയ്യും, എന്നിട്ട് പറയും ഇതാ ജലീൽ പറഞ്ഞിരിക്കുന്നു ദൈവമില്ല എന്ന്. അങ്ങനെ ഒരു കട്ടിംഗ് ഉണ്ടാവരുത് എന്നുള്ള നിലക്കാണ് തത്സമയ സംപ്രേഷണം വേണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ അത് പൂർണ്ണമായും അംഗീകരിച്ചിരിക്കുന്നു, നടപ്പിലാക്കിയിരിക്കുന്നു. താങ്ക് യു, വളരെ നന്ദി. ഓക്കെ